ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മറയൂർ നിവാസികൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ നാമത്തിൽ സായങ്കാല വന്ദനങ്ങളെ സാദരം അറിയിച്ചു. മറയൂര്, മറഞ്ഞിരിക്കുന്ന ഊര് എന്നാണ് അതിൻ്റെ അർത്ഥം. ഊരെന്ന നാമം വളരെ പ്രാചീനമാണ്. അനവധി സ്ഥലങ്ങളെ കേരളത്തിൽ തന്നെ ഊരെന്ന നാമധേയത്തിൽ അറിയുന്നുണ്ട്. പെരുമ്പാവൂര്, മലയാറ്റൂര്, പെരുമണ്ണൂര്, പിടവൂര്, മറയൂര്. എന്തുകൊണ്ടാണ് ഈ ഊരെന്ന നാമം ലഭിച്ചത്? ഊരെന്ന നാമത്തിന് പ്രാചീന ദ്രാവിഡ ജനതയുമായി ലോക ചരിത്രവുമായി ബന്ധമുണ്ട്. പ്രാചീന ലോക ചരിത്രം പരിശോധിച്ചാൽ, ലോക ചരിത്രകാരി ഹിച്ചുചി ബെൽസിന്റെ രേഖകൾ പരിശോധിച്ചാൽ BC 3500 കാലഘട്ടങ്ങളിൽ അസീറിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സാംഭവാൻ എന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ കുടിയേറി വന്നവരാണ് ആദ്യ ദ്രാവിഡ ജനത. ഈ ആദ്യ ദ്രാവിഡ ജനത ഭരിച്ചിരുന്ന, അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളെയാണ് ഊരെന്നറിയപ്പെട്ടിരുന്നത്. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഇന്ത്യ എന്ന് ഇന്ന് നാം വിളിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രാചീന നാമം എന്ന് പറയുന്നത് ജംബുദ്വീപം എന്നായിരുന്നു. പകലിക ഭാഷയിൽ ജംബുദ്വീപം എന്ന് പറഞ്ഞാൽ കറുത്തവരുടെ നാടെന്നാണ്. അങ്ങനെ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഹിമാലയം വരെ ഏകദേശം 2500 മൈൽ നീളവും, കിഴക്ക് ബർമ്മ മുതൽ പടിഞ്ഞാറ് ബലൂചിസ്ഥാൻ വരെ 2000 മൈൽ വീതിയുമുള്ള ഈ ഭൂഭാഗത്തെ വിളിച്ചിരുന്ന പ്രാചീന നാമമാണ് ജംബുദ്വീപം. ജംബുദ്വീപം എന്ന് പറഞ്ഞാൽ കറുത്തവരുടെ നാടെന്നാണ്. അങ്ങനെ ദ്രാവിഡ ജനത എന്ന് പറയുന്ന ഈ മണ്ണിന്റെ മക്കൾ ഇവിടെ താമസിച്ചിരുന്ന സ്ഥലങ്ങളെ ഊരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് BC 2000-നും 1000-നും ഇടയ്ക്ക് പത്തനാറാം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ആക്രമിച്ചു കയറി വന്നവരാണ് ആര്യന്മാര്. അവർ ബാബിലോണിൽ നിന്ന് പുറപ്പെടുകയും അവർ ഇറാനിൽ വന്ന് തങ്ങുകയും കുറെ കാലങ്ങൾക്ക് ശേഷം അവിടെ നിന്നും പല ഭാഗങ്ങളായി തിരിഞ്ഞു. ഒരു ഭാഗം നേരെ യൂറോപ്പിലേക്ക് പോയി, ഒരു ഭാഗം നേരെ റഷ്യയിലേക്ക് പോയി, ഒരു ഭാഗം ഇന്ത്യയുടെ പടിഞ്ഞാറെ ചുരം വഴി ഇങ്ങോട്ട് കടന്നു വന്നു. അങ്ങനെ കടന്നു വരികയും ആര്യൻ എന്ന വാക്കിന്റെ സംസ്കൃത അർത്ഥം എന്ന് പറയുന്നത് ശ്രേഷ്ഠൻ എന്നാണ്. സ്വയം ശ്രേഷ്ഠത കൽപ്പിച്ചുകൊണ്ട് ദ്രാവിഡ ജനത ആധിപത്യത്തോടെ ഭരിച്ചിരുന്ന, വളരെ സമാധാനപരമായിരുന്ന നമ്മുടെ ഈ രാജ്യത്ത് ജാതി വേച്ചിമ ഉണ്ടാക്കുകയും ആര്യൻ ശ്രേഷ്ഠനെന്ന് സ്വന്തം അഥവാ താൻ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് ആ ഒരു ജനത ഇവിടെ അശ്വാരൂഢന്മാരും ആയുധപാണികളുമായിരുന്നു കൊണ്ട് ആക്രമിച്ചു കയറി വരികയും ചെയ്തു. അതിന്റെ പരിണിതഫലമായിട്ടാണ് ഇറാനിയന്മാരാണ് ആദ്യമായി അഥവാ ഈ ഭൂഭാഗത്തെ ഇന്ത്യ എന്ന് വിളിച്ചത്. സിന്ധു നദീതട സംസ്കാരത്തിൽ സ എന്ന അക്ഷരം ഭഗരിക ഭാഷയിൽ ഇല്ലാത്തത് കൊണ്ട് അതിന് പകരം അവർ ഉപയോഗിച്ചത് ഹ എന്ന അക്ഷരമാണ്. അതാണ് സിന്ധു നാഗരികതയെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചത്. അതൊരു മതമല്ല പ്രിയരെ, അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ ഏറ്റവും പ്രബലമായിരുന്ന ഒരു ജനവിഭാഗവും ഈ രാജ്യം ഭരിച്ചിരുന്ന ജനതയുമായിരുന്നു ദ്രാവിഡ ജനത. ആ ദ്രാവിഡ ജനത താമസിച്ചിരുന്ന സ്ഥലങ്ങളെയാണ് ഊർ എന്നറിയപ്പെട്ടിരുന്നത്. ഇന്ന് നാം ഇന്ത്യ എന്ന് വിളിക്കുന്നത്, ഇന്ത്യ എന്ന പദം നാം പരിശോധിച്ചാൽ നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളായിരിക്കുന്ന 4 വേദങ്ങളിലോ 6 ശാസ്ത്രങ്ങളിലോ 18 പുരാണങ്ങളിലോ ഉപപുരാണങ്ങളിലോ സ്മൃതികളിലോ ബ്രഹ്മാണ്ടങ്ങളിലോ ആരണ്യങ്ങളിലോ കാണുവാൻ കഴിയുകയില്ല. 108 ഉപനിഷത്തുകൾ പരിശോധിച്ചാൽ അതിൽ ഹിന്ദു എന്നൊരു പദം കാണുന്നില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അത് പിൻകാലത്ത് പ്രബലമായ ഒരു നാമമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റുജി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് AD 8-ാം നൂറ്റാണ്ടിലാണ് ഒരു താന്ത്രിക ലേഖനത്തിൽ ആദ്യമായി ഇന്ത്യ എന്ന നാമം ഉണ്ടായത്. എന്നാൽ ഇതിനും
അനേകം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, കൃത്യമായി പറഞ്ഞ BC 600 കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ബൈബിളിലെ പുസ്തകമായിരിക്കുന്ന എസ്തേറിന്റെ പുസ്തകം തുടങ്ങുന്നത് പോലും ഹിന്ദു ദേശം മുതൽ ക്രൂശ് ദേശം വരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഹിന്ദു ദേശം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചിരുന്നത് ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിലാണ്. അതുകൊണ്ടാണ് ലോകത്ത് അനവധി മതങ്ങളും മതഗ്രന്ഥങ്ങളും ഉണ്ടെന്ന് വരികിലും ലോകത്ത് ദൈവത്തിന്റെ ഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ. എന്താണ് ഈ ബൈബിളിന്റെ പ്രത്യേകത? ഇതര മതഗ്രന്ഥങ്ങളെ പോലെ മാനവമസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളുടെ ക്രോഡീകരണമാണോ? ഇന്ന് ബൈബിളിനെ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ സംഭവവികാസങ്ങളിലും ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് പുറത്ത് ദൈവത്തിന്റെ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പ്രിയരെ. അതുകൊണ്ടാണ് നാം പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ജാതി ജാതിയോട് എതിർക്കുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുന്നു, ഭൂമി മത്തനെ പോലെ താഞ്ചാടുന്നു, കടലിന്റെ ഓളവും തിരയുടെ ജാതികൾ പരിഭ്രമിക്കുന്നു, അത്തി മുതലായ വൃക്ഷങ്ങൾ തകർക്കുന്നത് കാണുമ്പോൾ വേനലെടുത്തു ഞാൻ വാതിക്കൽ അറിയാനാണ് 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ഇനി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഓരോ ദിവസവും നാം ഈ ലോകത്ത് അഥവാ ചരിത്രത്തിൽ ഇതെല്ലാം നിറവേറുന്ന നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും. അതുകൊണ്ടാണ് ലോകത്ത് ഇതര മതഗ്രന്ഥങ്ങളുടെ വ്യത്യാസം എന്താണ്? നമുക്കറിയാം, ലോകത്ത് അനവധി മതങ്ങളുണ്ട്. പ്രത്യേകിച്ചും ആര്യന്മാർക്ക് 4 വേദങ്ങളും 4 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും സ്മൃതികളും ബ്രഹ്മാണ്ടങ്ങളും ആരണ്യങ്ങളും 18 വായങ്ങളും ഭഗവത്ഗീതയും അതുപോലെ 24 ആധ്യാത്മിക രാമായണവും 18 പർവ്വങ്ങളും മഹാഭാരതം ഉണ്ടെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ എങ്ങനെയുണ്ടായി, ഈ മനുഷ്യന് മരണശേഷം എന്ത് സംഭവിക്കുന്നു, മരിച്ചവർ മടങ്ങി വരുമോ, ഈ പ്രപഞ്ച സൃഷ്ടിയുടെ യാഥാർത്ഥ്യം എന്താണ് ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പല ചിന്താധാരകൾ ഇതിൽ കാണുവാൻ കഴിയും. അതിനുശേഷമുണ്ടായ മറ്റൊരു മതമാണല്ലോ നാം അറിയുന്ന പോലെ തന്നെ BC 700 സ്വരാഷ്ട്ര വിരചിതമായിരിക്കുന്ന സന്തവസ്ഥ. ആ സന്തവസ്ഥ എന്ന മതഗ്രന്ഥം ഉൾക്കൊണ്ടു നിൽക്കുന്ന മിത്രമതത്തിന്റെ ജന്മഗ്രഹമായിരിക്കുന്ന സ്വരാഷ്ട്രമതം. സ്വരാഷ്ട്രമതത്തിൽ 1000-ഓളം ഗീതകളുടെ സന്തവസ്ഥ പരിശോധിച്ചാൽ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുവെങ്കിലും ആ പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ച്, ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്, മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, മരിച്ച മനുഷ്യൻ മടങ്ങി വരുമോ എന്ന ചോദ്യത്തിന് ഇന്ന് വരെ ഉത്തരം പറയുവാൻ സന്തവസ്ഥയ്ക്കും കഴിഞ്ഞിട്ടില്ല. സന്തവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്തിമമായി 3 പേർ വരും. അതിൽ അവസാനം വരുന്ന വ്യക്തി സത്യത്തിന്റെ മനുഷ്യാവതാരമായിരിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനവർ കൊടുത്ത പേര് അഘുരമസ്ത എന്നാണ്. സത്യത്തിന്റെ മനുഷ്യാവതാരം. സത്യത്തിന്റെ മനുഷ്യാവതാരം വന്നാൽ മാത്രമേ മരണശേഷം മനുഷ്യന് ഒരു ജീവിതമുണ്ടോ, ആ ജീവിതം ഒരു സ്വർഗമുണ്ടോ, ഒരു നരകമുണ്ടോ, മനുഷ്യൻ മരിച്ചവർ മടങ്ങി വരുമോ ഇത്യാദി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ സത്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് 108 ഉപനിഷത്തുകൾ വായിച്ചാൽ 108 ഉപനിഷത്തുകളും പറയുന്നത് സത്യജ്ഞാനം അനന്തം ബ്രഹ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം ജ്ഞാനമാണ്, അത് അനന്തമാണ്, അത് ബ്രഹ്മമാണ്. ഈശ്വരന് മാത്രമേ സത്യം ലോകത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ലോക ചരിത്രം പരിശോധിച്ചാൽ സത്യത്തെ അന്വേഷിക്കാത്ത ആരും ഉണ്ടായിരുന്നില്ല പ്രിയരെ. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, ഈ മനുഷ്യനെങ്ങനെ കുടുംബമായി, കുടുംബങ്ങൾ എങ്ങനെ ഗോത്രങ്ങളായി, ഇവിടെ എങ്ങനെയാണ് ഭാഷകൾ ഉണ്ടായത്, ഭാഷാഭേദങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെ രാജ്യങ്ങൾ ഉണ്ടായി, ഈ രാജ്യങ്ങൾ എങ്ങനെ സാമ്രാജ്യങ്ങളായി, ഇതെങ്ങനെയാണ് വളർന്നു വലുതായത്, ഇതെങ്ങനെ താളടിയായി, ഈ ജനാധിപത്യം എങ്ങനെ വന്നു, ഇനി ഒരു ഏകാധിപത്യത്തിലേക്ക് പോകുമോ, ഈ ലോകത്തിന്റെ യുഗാവസാനം എങ്ങനെയായിരിക്കും ഇത്യാദി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി അനവധി പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുവാനേ നമുക്ക് കഴിയൂ, ഉത്തരം പറയുവാൻ ഒരുവൻ വന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തിന്റെ നാഭി എന്നറിയപ്പെടുന്ന പാലസ്തീനിൽ അതുപോലെ ലോക ചരിത്രത്തിൽ ഇന്നോളം നടന്നിട്ടില്ലാത്ത വലിയൊരു വിസ്താരം നടക്കുകയാണ് പ്രിയരെ. ആ വിസ്താരം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ വിസ്തരിക്കുകയാണ്. ആദ്യം നാം അറിയുന്ന പോലെ മതത്തിന്റെ കോടതി വിസ്തരിച്ചു. 3 മതക്കോടതികൾ മാറി മാറി വിസ്തരിച്ച ഒരു വലിയ വിസ്താരം നടക്കുകയാണ്. ആദ്യം ഖന്നാവിന്റെ കോടതി യഹൂദാരുടെ മഹാപുരോഹിതൻ വിസ്തരിച്ചു. ഒരു തെറ്റും കണ്ടുപിടിക്കുവാൻ ക്രിസ്തുവിൽ കഴിഞ്ഞില്ല. തുടർന്ന് ആ കാലഘട്ടത്തിലെ പുരോഹിതനായിരിക്കുന്ന മഹാപുരോഹിതൻ ഹിയഫാസ് വിസ്തരിച്ചു. ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് നാം അറിയുന്ന പോലെ തന്നെ യേശു ക്രിസ്തുവിനെ പീലാത്തോസ് എന്ന റോമൻ ഗവർണർ വിസ്തരിച്ചു. ഒരു തെറ്റും അവനിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം നേരെ അഥവാ ഗലീലയിലെ രാജാവായിരിക്കുന്ന
ഹെറോദാസിന്റെ അടുക്കിലേക്ക് അയച്ചു. ഹെറോദാസും വിസ്തരിച്ചു, പക്ഷെ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതന്മാരെ, അവസാനം പീലാത്തോസും വിസ്തരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് യേശുക്രിസ്തുവിനോട്, നീ രാജാവ് തന്നെയോ? യേശുക്രിസ്തുവിനെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് താൻ രാജാവെന്ന് അവകാശപ്പെട്ടു. റോമൻ ചക്രവർത്തിയും ഹെരോദാസ് രാജാവുമുള്ള സമയത്ത് യേശുക്രിസ്തു രാജാവെന്ന് സ്വയം അവകാശപ്പെട്ടുവെന്നാണ് അവന്റെ മേലുണ്ടായ കുറ്റാരോപണം. എന്നാൽ യേശുക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൽ 37-38 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശുക്രിസ്തുവിന് പീലാത്തോസ് ചോദിക്കുകയാണ്, നീ രാജാവ് തന്നെയോ? യേശുക്രിസ്തുവിന് മറുപടി, ഞാൻ രാജാവ് തന്നെ. ഉത്തരം പൂർണ്ണമാണ് പ്രിയരെ. പക്ഷെ യേശുക്രിസ്തു അവിടെ നിർത്തിയില്ല. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. സത്യതൽപരന്റെ വചനം കേൾക്കുന്നു. സത്യത്തിന് സാക്ഷി നിൽപ്പാൻ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്യം എന്ന പദം ഉപയോഗിക്കാത്ത ഒരു മനുഷ്യജീവി ഉണ്ടാകുകയില്ല. വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിൽ ഏത് മേഖല പരിശോധിച്ചാലും ഇങ്ങേയറ്റം കോടതികളിൽ പോലും പറയുന്നത് സത്യം മാത്രം ബോധിപ്പിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുകയാണ് ഗവർണർ പീലാത്തോസ് ജഡ്ജ്മെന്റ് യേശുക്രിസ്തുവിന് മറിച്ചൊരു ചോദ്യം ചോദിച്ചു, എന്താണ് സത്യം? എനിക്ക് ഈ മറിയൂർ ദേശത്തോടും ചോദിക്കുവാനുള്ളത്, എന്താണ് ഈ സത്യം? സത്യം എന്തെന്ന് ചോദിച്ചാൽ അതിന് മലയാളത്തിലേക്ക് ഉരുത്തിരിച്ചിരിക്കുന്നത് സംസ്കൃത സംജ്ഞയിൽ നിന്നാണ്. സംസ്കൃത സംജ്ഞയിൽ അതിന് പറഞ്ഞിരിക്കുന്ന അർത്ഥകൽപ്പന എന്ന് പറയുന്നത് എന്നാണ്. അർത്ഥ എന്ന് പറഞ്ഞാൽ അമർത്യതയും തത്ത എന്ന് പറഞ്ഞ മർത്യതയും യം രണ്ടും സമയം ചെയ്ത് ഒരുമിച്ച് വസിക്കുന്ന ഏക സത്താവിശേഷമാണ് സത്യം. അതുകൊണ്ടാണ് അർത്ഥ അമർത്യത, തത്ത് മർത്യത, യം രണ്ടും സമയം ചെയ്ത് ഒരുമിച്ച് വസിക്കുന്ന ഏക സത്താവിശേഷം. മർത്യനായിരിക്കുന്ന മനുഷ്യൻ അമർത്യത എങ്ങനെ ലഭിക്കും? അമർത്യനായ മനുഷ്യൻ മടങ്ങി വരുമോ? ഈ ഭൂമിയിൽ ഇനിയൊരു ജീവിതമുണ്ടോ? അതുകൊണ്ടാണ് നമ്മുടെ അഥവാ നാം അറിയപ്പെടുന്ന ഏറ്റവും അനശ്വര ഗായകനായിരിക്കുന്ന നാം അറിയുന്നത് പോലെ തന്നെ ബാലസുബ്രഹ്മണ്യവും താൻ ആലോചിച്ചതും അന്വേഷിച്ചതും അതാണ്. തനിക്ക് കോവിഡ് പിടിച്ച് താൻ മരണാസന്നനായിരിക്കുന്ന സമയത്ത് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ അനേക ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്, അനശ്വരങ്ങളായ അനവധി ഗാനങ്ങളെ ആലപിച്ച് അങ്ങയോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, അഥവാ കോവിഡ് പിടിച്ച് അനേകർ മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ കുറിച്ച് അങ്ങ് ചിന്തിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ പത്രക്കാരോട് പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ അനവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്, എന്നാൽ മലയാളത്തിൽ വളരെ വിരളമായ ഗാനങ്ങളെ പാടിയിട്ടുള്ളൂ. അതിൽ രണ്ടാമത്തെ ഗാനമായി ഞാൻ ആലപിച്ച ഒരു പാട്ടുണ്ട്. ആ ഗാനം ഇപ്രകാരമാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അവിടെ രേഖപ്പെടുത്തി അദ്ദേഹം ഇപ്രകാരമാണ് ആ പാട്ട് പാടിയത്. ഈ കടലും മറുകടലും വാനവും ഭൂമിയും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ, അവിടെ മനുഷ്യനുണ്ടോ? അവിടെ മതങ്ങളുണ്ടോ? അവിടെ മനുഷ്യരുണ്ടോ? അവിടെ മതങ്ങളുണ്ടോ? മരണശേഷം ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ സത്യമെന്ന് അവകാശപ്പെട്ട ഒരു വ്യക്തി പ്രഭാവമുണ്ടെങ്കിൽ അവരാണ് കർത്താവായ യേശുക്രിസ്തു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ലോകത്തിന്റെ നാഭി എന്നറിയുമ്പോൾ പാലസ്തീനിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ സത്യം. എന്താണ് സത്യം? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ശാസ്ത്രം അഥവാ പഠിപ്പിക്കുന്നത്, ഇവിടെ പഠിക്കുന്നതും പഠിപ്പിച്ചിറങ്ങുന്നതും ഡാർവിന്റെ അനുമാന സിദ്ധാന്തമാണ്. ഡാർവിന്റെ അനുമാന സിദ്ധാന്തം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ IAS-കാരും IPS-കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ബുദ്ധിജീവികളും തത്വചിന്തകരും അഥവാ ഇന്ന് പഠിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അഥവാ ഈ നിരീശ്വരവാദം ഇത്രമാത്രം ശക്തമായി ഈ ലോകത്ത് വന്നതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതന്മാരെ, അബദ്ധചകുലമായിരിക്കുന്ന ഡാർവിന്റെ അനുമാന സിദ്ധാന്തം 1000-ഓളം അഥവാ പേജുകൾ അടങ്ങുന്ന ആ സിദ്ധാന്തം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് അനുമാനങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത് ഈ ഭൂമി മുതൽ സൂര്യൻ വരെ വലിയൊരു പിണ്ഡമായിരുന്നു. ആ പിണ്ഡം ഏതോ ഒരു കാരണത്താൽ പൊട്ടിത്തെറിച്ചു. കാരണം ഇന്ന് വരെ ശാസ്ത്രജ്ഞർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം പൊട്ടിത്തെറിച്ചത് ഒരു കഷ്ണമാണ് നാം അധിവസിക്കുന്ന ഭൂമി എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഭൂമി എന്തുകൊണ്ട് ഗോളമായി തീർന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ആ ഗോളമായിരിക്കുന്ന ഭൂമിയിൽ അനവധി കാലം മഴ പെയ്യാതിരുന്നു എന്നാണ് അവർ പറയുന്നത്.
എന്തുകൊണ്ട് മഴ പെയ്യാതിരുന്നതെന്നും ഒരു ഉത്തരം പറയുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഏതോ ഒരു കാരണത്താലാണ് പോലും മഴ പെയ്തത്, ഏത് കാരണത്താൽ മഴ പെയ്തു എന്ന കാര്യത്തിനും ശാസ്ത്രത്തിന് അഥവാ ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മഴ പെയ്തിരുന്നു ആദ്യമായി ജീവന്റെ തുടിപ്പായി അമീബ ഉണ്ടായി എന്നും അമീബ വീണ്ടും പരിണമിച്ചു ത്രിപാളി ജീവികളായി എന്നും വീണ്ടും പരിണമിച്ചു നാം അറിയുന്നത് കടലിലും കരയിലും ജീവിക്കുന്ന ഉഭയ ജീവികളായി എന്നും വീണ്ടും പരിണമിച്ചു നാം അറിയുന്നത് പോലെ തന്നെ അഥവാ താഴ്ന്നുതരം കുരങ്ങുകളായി എന്നും വീണ്ടും പരിണമിച്ചു. ജാവ മനുഷ്യൻ, നിയണ്ടാർത്താൽ മനുഷ്യൻ, പീക്കിക് മനുഷ്യൻ, ഹോമോ സാപ്പിയൻസ് വർഗത്തിൽപ്പെട്ട ആധുനിക മനുഷ്യനുണ്ടായെന്ന് പഠിപ്പിക്കുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, 1834 അബദ്ധജടിലമായിരിക്കുന്ന സിദ്ധാന്തം, ആ സിദ്ധാന്തം ഇന്ന് പഠിപ്പിക്കുമ്പോൾ 21ാം നൂറ്റാണ്ടിൽ ജീനുകൾ കണ്ടെത്തി ശാസ്ത്രം. ജീനുകൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ജീനും മൃഗങ്ങളുടെ ജീനും തമ്മിൽ ചേരില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, കേവലം നമ്മൾ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ജീനും മൃഗങ്ങളുടെ ജീനും തമ്മിൽ ചേരാത്തത്? ഇന്ന് വരെ സയൻസിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന ചോദ്യത്തിന് ഇന്ന് വരെ വ്യക്തമായ ഉത്തരം പറയുവാൻ 21ാം നൂറ്റാണ്ടിലെ ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. എന്ന ശാസ്ത്രം എന്ന പേരിൽ ബുദ്ധിജീവികൾ പഠിക്കുകയും പഠിപ്പിച്ചിറങ്ങുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത്രമാത്രം യുവജനങ്ങൾ ഈശ്വരനെ കുറിച്ച് അറിയാതെ ദൈവികമായിരിക്കുന്ന സ്നേഹം നഷ്ടപ്പെട്ട് അഥവാ ദൈവ ഭയം തന്നെ നഷ്ടപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തിന്റെ പാപത്തിൽ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് ബോധവൽക്കരണമല്ല ആവശ്യം. പിന്നെയോ പ്രപഞ്ചം സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, നമ്മെ അഥവാ മരണത്തിൽ നിന്ന് മടക്കി വരുത്തുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യം വരും. യുക്തിവാദികൾ ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ യുക്തിവാദികൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ ഇവിടെ ഏത് ദൈവമാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ന്യായമായ ചോദ്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഹിന്ദുവിന്റെ ദൈവമാണോ, ക്രിസ്ത്യാനിയുടെ ദൈവമാണോ, അതോ ജൈന മതത്തിന്റെ ദൈവമാണോ, സിഖ് മതത്തിന്റെ ദൈവമാണോ, അതോ ഇസ്ലാമിന്റെ അള്ളാഹുവാണോ? ആരാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്? ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ചോദിക്കുന്നു ഓരോ ചോദ്യങ്ങളും നമ്മുടെ ചെറുപ്പക്കാർ, ഇന്നത്തെ യുവജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ടാണ് ഏതൊരു കാര്യത്തിനും അടിസ്ഥാനപരമായിരിക്കുന്ന തെളിവുകൾ വേണം എന്ന് പറഞ്ഞാൽ ഈ യേശുദാസ് ഒരിക്കൽ അഥവാ വയലാറിന്റെ ഗാനങ്ങൾക്ക് യേശുദാസ് ശബ്ദം കൊടുത്തപ്പോൾ ഇപ്രകാരമാണ് യേശുദാസ് പാടിയത്: മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സ് പങ്കുവെച്ചു, മണ്ണ് പങ്കുവെച്ചു. ഈ ദൈവങ്ങളാണോ, ഈ മതങ്ങളുടെ ദൈവങ്ങളാണോ അഥവാ ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്? അതുകൊണ്ടാണ് മതങ്ങളുടെ ദൈവങ്ങൾ എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ സൂര്യചന്ദ്രാദികളെല്ലാം ദൈവന്മാരെന്നാണ് നമ്മൾ ആരാധിച്ചിരുന്നത്. എന്നാൽ 1969 മനുഷ്യൻ ചന്ദ്രനെ കാലുകുത്തി അവിടുന്ന് കല്ലും മണ്ണുമായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ A.T. കോവൂർ ഒരു പുസ്തകം എഴുതി. യുക്തിവാദികളുടെ ആചാര്യൻ അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ദൈവത്തിന്റെ മരണം. എന്നാൽ ജീവനുള്ള ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവർ ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ മരണമല്ല, പിന്നെ ദൈവത്തിന്റെ മരണമല്ല, അന്ധവിശ്വാസത്തിൽ ദേവന്റെ മരണമാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ദൈവമുണ്ടോ, ആ ദൈവം ആരാണ്, ആ ദൈവത്തിന് അസ്തിത്വമുണ്ടോ, ആ ദൈവത്തിന് വ്യക്തിത്വമുണ്ടോ, എന്തുകൊണ്ട് ആ ദൈവം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല? ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഉത്തരം പറയുവാൻ ഒരുവൻ വന്നേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കൂ നിങ്ങൾ ക്രിസ്തുവിനോട്, അല്ലയോ ക്രിസ്തു, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടോ? ന്യായമായ ഒരു ചോദ്യമാണ്. യേശു ക്രിസ്തു മറുപടി പറയുകയാണ്, ആദിയിൽ ദൈവം അവരെ അഥവാ പ്രപഞ്ചം സൃഷ്ടിച്ച് ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ദൈവത്തെ കാണുന്നില്ല? അടുത്ത ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് യേശു ക്രിസ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം പറയുന്നത്, ദൈവം ആത്മാവാകുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ആത്മാവാകുന്നു. ഞാൻ ഉപനിഷത്തും പഠിച്ചിട്ടുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്ത് പരിശോധിച്ചാൽ ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ 6-ാം സൂക്തം പറയുന്നത് സദേവാസുമേധ അഗ്രയാസിത് ദേഹമേവ ദ്വിതീയം എന്ന് തന്നെയാണ് അവരും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ആത്മാവായ ഈശ്വരനെ മനുഷ്യ ചർച്ചകൾ കൊണ്ട് കാണുക അസാധ്യമാണ് പ്രിയരെ. കാരണം നമ്മുടെ കണ്ണിന് പരിമിതികളുണ്ട്. നമ്മുടെ കണ്ണ്
തീരുമാനങ്ങൾക്ക് വിധേയമായ ഒരു വസ്തുവിനെ മാത്രമേ പ്രതിമാക്കുകയുള്ളൂ. തീരുമാനങ്ങൾക്ക് അതീതമായതും അതിവിദൂര വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഒരു പക്ഷെ ചോദിച്ചേക്കാം, കണ്ടില്ല എന്ന കാരണത്താൽ ഈശ്വരനില്ല എന്ന് ആർക്കും പറയുവാൻ ഒരു ബുദ്ധിമാനായ മനുഷ്യന് കഴിയുകയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കാണാത്ത എത്രയോ വസ്തുതകളെ നാം അഥവാ അനുഭവത്തിലൂടെ അംഗീകരിക്കുന്നുണ്ട്. നാം ഉപയോഗിക്കുന്ന വൈദ്യുതി നാം കാണുന്നുണ്ടോ? നമ്മിൽ തുടിക്കുന്ന ജീവൻ നാം കാണുന്നുണ്ടോ? നാം ശ്വസിക്കുന്ന വായു നാം കാണുന്നുണ്ടോ? കാണാതെ ഇവയെല്ലാം ഉണ്ടെന്ന് നാം അംഗീകരിക്കുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചമെന്ന മഹാസൗധം പടുത്തുയർത്തിയ പെരുന്തച്ഛനായിരിക്കുന്ന ഒരു ഈശ്വരനുണ്ടെന്ന് ഈ ബൈബിൾ പ്രഖ്യാപിക്കുമ്പോൾ, യേശുക്രിസ്തു പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ടാണ് കണ്ടില്ല എന്ന കാരണത്താൽ ഒരു കാരണവശാലും ദൈവമില്ല എന്ന് ഒരു ബുദ്ധിമാനായ മനുഷ്യൻ പറയാൻ കഴിയുകയില്ല. കാരണം കാണാത്ത വസ്തുക്കളെ ഉണ്ടെന്ന് അനുഭവത്തിൽ അറിയുന്ന ഏതൊരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഈ പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരനുണ്ട് എന്നാണ് അഥവാ ദൈവവചനമായി വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്ന ഇപ്രകാരമാണ്: പ്രിയരെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ചരിത്രപരമായി പറഞ്ഞാൽ BC 1440 കാലഘട്ടങ്ങളിൽ, ഇന്നേക്ക് 3400 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വിളിച്ചു. ഇസ്രായേലിന്റെ നടക്കണമെന്ന നേതാവായി മോശയെ വിളിച്ചു. മോശയെ വിളിച്ചിട്ട് മോശയോട് പറഞ്ഞു, മോശേ, നീ എഴുതുക, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇത് പൊട്ടിത്തെറിച്ചുണ്ടായതല്ല. അതുകൊണ്ടാണ് എബ്രായ ഭാഷക്കാരായി മോശ എഴുതി വെച്ചു, ആദിയിൽ ദൈവം ആകാശ ഭൂമികളെ സൃഷ്ടിച്ചു. എബ്രായ ഭാഷയിൽ മോശ ദൈവത്തിന് അഥവാ ദൈവത്തെ വിളിച്ചിരിക്കുന്നത് എലോഹീം എന്ന പദമാണ്. പ്രിയരെ, എലോഹീം എന്ന എബ്രായ പദത്തിന് 4 വർദ്ധിക്കാത്തതും 2 ചുരുങ്ങാത്തതുമായ ത്രിവാചിയായ ഒരു ശബ്ദമാണ്. ആ ശബ്ദത്തിൽ 3 വ്യക്തിത്വങ്ങളുടെ സാരസത്യയായിരിക്കുന്ന ഈശ്വര ഭാവത്തെയാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൂതന്മാർ അഥവാ ജീവനുള്ള ഏകസത്യദൈവമായ ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, ഈ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന സർവ്വത്തിന്റെയും ഊർജത്തിന്റെ ഉറവിടമായിരിക്കുന്ന അടുത്തുകൂടാത്ത പ്രകാശ വസിക്കുന്ന അത്യന്ത ശക്തിയായിരിക്കുന്ന ആ ദൈവത്തെ ആരാധിക്കുന്നത് 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. 4 പറഞ്ഞ് കൂട്ടിയില്ല, 2 പറഞ്ഞ് കുറച്ചില്ല. 3 വ്യക്തിത്വങ്ങളുടെ സാരസത്യയായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ ഗബ്രിയേൽ ദൂതൻ ഇതാ മറിയയുടെ അടുക്കൽ ചെന്ന് മറിയോട് പറഞ്ഞു, മറിയമേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. സ്ത്രീരത്നം ഏറ്റവും കൂടുതൽ ആശ്ചര്യപരിധിയായി. കാരണം ഇന്ന് വരെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അഥവാ ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എന്നിൽ ഒരു പുരുഷ പ്രസവം ഉണ്ടാകുന്നത്? അപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ വിളിക്കപ്പെടും. പിതാവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ വചനം ശരീരമായി തീർന്ന് ഈ ഭൂമിയിലേക്ക് അവതരിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു മാനവരാശിയുടെ ത്രാണനാർത്ഥം മരക്കുരിശിൽ മരിച്ച് മഹത്വം കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യഗണങ്ങളെ അരികിൽ വിളിച്ച് ഇപ്രകാരം അരുളി ചെയ്തു. വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് ലഭിച്ചിരിക്കൊണ്ട് ആകിയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. പോരാ, വിശ്വസിക്കുന്നവനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന സൈകലന്മാരെ, നമ്മുടെ ഭാഷാ ശാസ്ത്ര വിധി പ്രകാരം 3 നാമങ്ങൾ പറഞ്ഞാൽ നാമങ്ങളിൽ എന്നല്ലേ പറയേണ്ടത്? എന്നാൽ ഇവിടെ ദൈവനാണ്യത്തിനുടയവനായ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തു ശിഷ്യന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നാണ് പറഞ്ഞത്. നാമങ്ങളിൽ എന്ന് പറഞ്ഞില്ല. എന്നാണ് കാരണം. 3 ദൈവങ്ങളല്ല, 1+1+1=3 അല്ല, 1+1=1 പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവും ദൈവം, 3 സാരസത്തകൾ ഒന്നായിരിക്കുന്ന ഏകസത്യ ദൈവം. ആ ഏകസത്യ ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചുവെന്ന് എഴുതു മോശെ എന്നാണ് പറഞ്ഞത്. മോശ എഴുതി വെച്ചു. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ആരും ഈ ദൈവത്തെ വെറുതെ വിശ്വസിക്കേണ്ട പ്രിയരെ. അതുകൊണ്ടാണ് ഇന്നേക്ക് 2000 ആണ്ടുകൾക്ക് പുറത്ത് സെന്റ് പോള് റോമാലേഖനം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി
1:20 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണും ദൃശ്യമായ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനം 11:3 പറയുകയാണ്, കാണപ്പെടാത്ത വസ്തുവിനാൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ചെറിയ കണിക, ഏറ്റവും ചെറിയ കണിക എന്ന് പറഞ്ഞാൽ ആറ്റമല്ലേ. ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, 3 സെല്ലുകൾ ഒന്നായിരിക്കുന്നു. എന്നാൽ മനുഷ്യ കണ്ണുകളാൽ അത് കാണുവാൻ കഴിയില്ല. വീണ്ടും കാണപ്പെടുന്ന ഒരു വസ്തുവിലേക്ക് വന്നാൽ ഹരം, ദ്രാവകം, വാതകം, അവിടെ ഈ 3-ൽ നിന്ന് കാണുവാൻ കഴിയും. ഇനി സൃഷ്ടികാലത്തിലേക്ക് വന്നാൽ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, അവിടെയും 3-ൽ കാണുവാൻ കഴിയും. ഇങ്ങനെ 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏക ആത്മസത്യമായിരിക്കും ദൈവം. ആ ദൈവം എന്തിനാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്? ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സെന്റ് പോൾ പറഞ്ഞത്, റോമാലേഖനം 1-19 വാക്യങ്ങളിൽ ദൈവത്തിന്റെ അദൃശ്യതയും തന്റെ ദിവ്യത്വവും താൻ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന മഹാസൗധം പടുത്തുയർത്തിയതിന്റെ കാരണം ഇതിനൊരു ശില്പിയുണ്ടെന്ന യാഥാർത്ഥ്യം മനുഷ്യനറിയണം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകത്തിലൂടെ തന്നെ സൃഷ്ടാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സൃഷ്ടി ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന്റെ ഗ്രന്ഥമായ ബൈബിൾ. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്ന എലോഹീം എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ പേരെന്താണ്? ആ ദൈവം ഒരു വ്യക്തിയാണോ, ശക്തിയാണോ? പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം ഒരു പരാശക്തിയാണെന്ന്. ദൈവം ഒരു പരാശക്തിയാണെങ്കിൽ നമ്മുടെ അഥവാ ദേശീയഗാന രചിതാവായിരിക്കുന്ന ടാഗോർ ഒരിക്കൽ പറഞ്ഞത്, അടുത്ത് ചെല്ലുവാൻ, അഭയം ചെല്ലുവാൻ, അപേക്ഷകൾ നിർത്തി വെക്കുവാൻ വ്യക്തിത്വമുള്ള, ആളത്വമുള്ള, ജീവനുള്ള, സ്നേഹമുള്ള, വികാരമുള്ള ഒരു ദൈവത്തെയാണ് ആവശ്യം. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ദൈവം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവമാണോ? ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ ദൈവത്തിന് വ്യക്തിത്വമുണ്ടോ? അതുകൊണ്ടാണ് ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണത്താൽ സൂര്യപാരപർവ്വതമായ ബ്രഹ്മാണ്ഡ കടാകത്തിന് ജന്മം കൊടുത്ത് ദൈവം ഒന്ന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും അങ്ങനെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ തന്റെ കരുത്തുറ്റ കലാങ്കുലിയുടെ കവിനി വൈഭവമായി, കാമ്യകലാ വസ്തുവായി ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ വരഞ്ഞു. അവന് ജീവശ്വാസമൂരി. അവന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-26 വാക്യത്തിൽ നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യ സൃഷ്ടിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്. 1 ലേഖനം 5-23 വാക്യം. ഒരു മനുഷ്യൻ അഥവാ ദേഹം, ദേഹി, ആത്മാവ്, ഒരു മനുഷ്യൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഒരു ദൈവം. അതുകൊണ്ടാണ് ഏക സത്യ ദൈവം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ ഏക സത്യ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേരെന്താണ്? ന്യായമായ ചോദ്യമാണ്. കാരണം ഈ ലോകത്ത് അനവധി ദൈവങ്ങളുണ്ട്. ഇതിൽ ഏത് ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്? 1 അസ്തിത്വമുള്ള ദൈവം, 2 വ്യക്തിത്വമുള്ള ദൈവം. ആ ദൈവത്തിന്റെ പേരെന്ത്? ചോദിച്ചു മോശ ചോദിക്കുകയാണ്. ഇന്നേക്ക് ഏകദേശം 3400 വർഷങ്ങൾക്ക് മുമ്പ് ചോദിക്കുകയാണ്. ഫറവോ ചക്രവർത്തിമാരുടെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്നു കഴിയുന്ന ഇഷ്ടിക തൊഴിലാളി അടിമവർഗമായിരിക്കുന്ന ഇസ്രായേലിനെ വിടുവിക്കുവാൻ ഇതാ മോശ എന്ന പ്രവാചകനെ അയക്കുമ്പോൾ മോശ ചോദിച്ചു, ഞാൻ അവിടെ ചെന്ന് അയക്കുന്ന ദൈവത്തിന്റെ പേരെന്തെന്ന് പറയണം. കാരണം അന്ന് നൈൽ നദീതടങ്ങളിൽ അനവധി ദേവീ ദേവന്മാരെ ആരാധിച്ചിരുന്നു. റായ് എന്നും മാമണെന്നും 2 സൂര്യദേവന്മാരെയും ആത്തൂർ എന്ന് പറയുന്ന പശുദേവതയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ബഹുദൈവ വിശ്വാസമുള്ള സ്ഥലത്ത് ചെന്ന് ഞാൻ ഈ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ജീവന്റെ ദൈവത്തിന്റെ പേരെന്തെന്ന് പറയണം. മോശയ്ക്ക് പറഞ്ഞു കൊടുത്ത ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ ഇടയ്ക്ക് അയച്ചിരിക്കുന്നു. ഇതൊരു പേരാണോ പ്രിയരെ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ എന്റെ ഇടയ്ക്ക് അയച്ചിരിക്കുന്നു. ഞാനാകുന്നു പിതാവ്, ഞാനാകുന്നു പുത്രൻ, ഞാനാകുന്നു പരിശുദ്ധാത്മാവ്, ഞാനാകുന്നു നിത്യനായിരിക്കുന്ന ദൈവം. ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ ദൈവമായ യഹോവ എന്നാണ് പറഞ്ഞത്. യഹോവ എന്ന പേരിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ BC 700 ജീവിച്ചിരുന്ന യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും ചെയ്ത സൃഷ്ടിതാവായ ദൈവത്തിന്റെ പേരാണ് യഹോവ. യഹോവ എന്നല്ലാതെ, എലോഹീം എന്നല്ലാതെ മറ്റൊരു നാമവും ജീവനുടെ ദൈവം വെളിപ്പെടുത്തിയിട്ട് പ്രിയരെ, ആ ജീവനുടെ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചപ്പോൾ അഥവാ ഇതാ ഞാൻ വരുന്നു പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഈ ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കെ
കേരളത്തിൽ മെട്രോ ഉദ്ഘാടനം വന്ന് നമുക്കറിയാം. ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് വന്ന് ഒരു ഉദ്ഘാടനം നടത്തണമെങ്കിൽ അത് ചെറിയ നടപടിക്രമങ്ങളില്ലേ? അതുകൊണ്ടാണ് കേരള സർക്കാർ അപേക്ഷ കൊടുത്തു നേരെ കേന്ദ്രത്തിലേക്ക്. കേന്ദ്ര സർക്കാർ അത് അപേക്ഷ സ്വീകരിച്ച ശേഷം പിറ്റേ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള അറിയിപ്പ് കൊടുത്തു. ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അഥവാ കേരളത്തിലേക്ക് വരികയും നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുകയും അവിടുന്ന് ഇന്ന റൂട്ടിലൂടെ യാത്ര ചെയ്ത് നെടുമ്പാശ്ശേരിയിൽ അഥവാ വന്നിറങ്ങിയ മോദിജി നേരെ മെട്രോ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പത്രങ്ങളുടെ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, അങ്ങനെയെങ്കിൽ അഖിലാണ്ടത്തിനുടയവനായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അഥവാ ഈ സൃഷ്ടിതാവായ ദൈവം മാനവരാശിയെ സ്നേഹിച്ച് മാനവ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, ആരിൽ നിന്ന് ജനിക്കും, എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ മരിക്കും, എങ്ങനെ അടക്കപ്പെടും, എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, എങ്ങനെ സ്വർഗാരോഹണം ചെയ്യും, എങ്ങനെ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരും, ഇത്യാദി കാര്യങ്ങളെല്ലാം ആയിരക്കണക്കിന് ആണ്ടുകൾക്കപ്പുറത്ത് എഴുതി വെച്ചതിനും പ്രകാരം എഴുതി വെച്ചെടുത്ത് ജനിച്ച് എഴുതി വെച്ചതുപോലെ ജീവിച്ച് എഴുതി വെച്ചതുപോലെ മരിച്ച് എഴുതി വെച്ചതുപോലെ ഉയർത്ത് എഴുതി വെച്ചതുപോലെ മടങ്ങി വരാൻ പോകുന്ന ഒരേ ഒരുവനുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഗ്രന്ഥമാണ് പ്രിയരെ, ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ബൈബിളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ യജ്ഞകുണ്ഡത്തിന് കയറി വന്നോ, മനസ്സാകുന്ന സമുദ്രം കിളച്ചെടുത്തു വന്നോ, അല്ലെങ്കിൽ സ്വർഗത്തിന് ആയത്തുകളായി ഇറക്കി കിട്ടിയെന്നോ ഖുർആനെ പോലെ അല്ല അവകാശപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ മനുഷ്യർ തന്നെ എഴുതിയെന്നാണ്. അതുകൊണ്ടാണ് എങ്ങനെയാണ് മനുഷ്യർ എഴുതിയത്? മനുഷ്യരുടെ എഴുത്തിനെ കുറിച്ച് പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ നിയുക്തരായിരിക്കുന്നവർ പരിശുദ്ധാത്മാവിനാൽ എഴുതി. അതുകൊണ്ടാണ് ഏകദേശം 40ഓളം എഴുത്തുകാരുണ്ട്, 66 പുസ്തകങ്ങളുണ്ട്. ഈ 66 പുസ്തകങ്ങളും ഒരു വ്യക്തി ഒരു സ്ഥലത്തിരുന്ന് ഒരേ സമയത്ത് ഒരേ തൂലികാൽ എഴുതിയതുപോലെ ലോകത്ത് തമ്മിൽ അണക്കപ്പെട്ടിരിക്കുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. സംശയമുള്ളവർക്ക് ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകവും അവസാന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം വെച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പുസ്തകത്തിന്റെ രചയിതാക്കളെ പരിശോധിച്ചാൽ പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മുക്കുവന്മാർ, ആട്ടിടയന്മാർ, അതുപോലെ പ്രവാചകന്മാർ, ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ടവർ, ഉദ്യാനം, മരുഭൂമി, ദീപസമൂഹം, കാരാഗ്രഹം, ഇങ്ങനെ തലങ്ങളിൽ നിന്നുകൊണ്ട് സുമാർ 1600 വർഷത്തെ കാലം എഴുതി ചേർത്തു എന്ന് പറയുമ്പോൾ എഴുതിയവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാം പിതാവായിരിക്കുന്ന ആദാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദാം ആദ്യ മനുഷ്യനും അതുപോലെ 10ാം തലമുറക്കാരൻ നോഹയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല പ്രിയരെ. 10 തലമുറയുടെ വ്യത്യാസമുണ്ട്. നോഹ മുതൽ അബ്രാഹാം വരെ 10 തലമുറകളുടെ വ്യത്യാസമുണ്ട്. അബ്രാഹാമും നോഹയും തമ്മിൽ പരസ്പരം ആലോചിച്ചെഴുതി നടക്കുകയില്ല. അബ്രാഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകളുടെ വ്യത്യാസമുണ്ട്. ഒരിക്കലും പരസ്പരം കാണുവാൻ കഴിയില്ല. ദാവീദ് മുതൽ ബാബേൽ പ്രവാസ കാലഘട്ടം, അർത്ഥാൽ ദാനിയേലിന്റെ കാലഘട്ടം വരെ ആ 14 തലമുറ വ്യത്യാസമുണ്ട്. അവർ തമ്മിൽ കണ്ടുമുട്ടി ആലോചിച്ചിരുത്താൻ കഴിയില്ല. ദാനിയേലിന്റെ കാലഘട്ടം മുതൽ ക്രിസ്തുവിന്റെ കാലഘട്ടം വരെ 14 തലമുറ വ്യത്യാസമുണ്ട്. പരസ്പരം ആലോചിച്ചിരുത്താൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് എല്ലാ തിരുവെഴുത്തും ദൈവ സ്വാസ്ഥ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതാത് കാലഘട്ടങ്ങളിൽ മനുഷ്യർ വരികയും ആ മനുഷ്യരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എഴുതി മാനവരാശി കൊടുത്ത ദൈവത്തിന്റെ ഭരണഘടനയാണ്, ദൈവത്തിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന വെളിപ്പെട്ട സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്ന ഏക ഗ്രന്ഥമാണ്. ഈ ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റിതര മതഗ്രന്ഥങ്ങളെല്ലാം അതിന്റെ ദാസന്മാരായിരിക്കുന്നവർ വായിക്കാൻ പാടില്ല എന്നാണ് മനുസ്മൃതി എന്ന ഭാരതീയ ഗ്രന്ഥങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. വേദങ്ങളും ഉപനിഷത്തുക്കളും ഒന്നും അഥവാ ദാസന്മാരായിരിക്കുന്നത് വായിക്കരുത്. അതുകൊണ്ടാണ് മനുസ്മൃതി വായിച്ചു കഴിഞ്ഞാൽ 5-20 സൂക്തങ്ങൾ വായിച്ചാൽ ശൂദ്രമക്ഷരം സംയുക്തം ദുരിത പരിവർത്തിയെ, ശൂദ്രൻ വേദം കഴിച്ചാൽ ഗാത്രം വളരണം, വേദം ഉരുവിട്ടാൻ നാവറക്കണം, വേദം കെട്ടുപോയാൽ അവന്റെ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കണം, നടക്കുന്ന പട്ടണ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് 16 അടി 35 അടി 67 ഹോയ് ഹോയ് പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം ഭാരതത്തിന് മണ്ണിൽ കേരളത്തിന് മണ്ണിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്ന നാം അറിയുന്ന പോലെ തന്നെ
ഇങ്ങനെ ജാതി വേച്ചിമ ഉണ്ടായിരുന്നപ്പോൾ ബൈബിൾ പ്രഖ്യാപിക്കുന്നത് അങ്ങനെയല്ല. ബൈബിളിന്റെ അവസാന പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ഈ ബൈബിൾ വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ, അനുവാചകരെയും ശ്രോതാക്കളെയും അനുശ്വരകർത്താക്കളെയും ഒരുപോലെ ഭാഗ്യവാന്മാരാക്കി തീർക്കുന്ന ദൈവത്തിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഇത് ആർക്ക് വേണമെങ്കിലും വായിക്കാം, ആർക്ക് വേണമെങ്കിലും പഠിക്കാം, ആർക്ക് വിമർശിക്കാം, ആർക്ക് വേണേ അനുഗമിക്കാം. ഇതുപോലെ ദൈവത്തിന്റെ ഗ്രന്ഥം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഇതര മതഗ്രന്ഥങ്ങളെല്ലാം മറ്റ് ഭാഷകളൊക്കെ വിവർത്തനം ചെയ്യുമ്പോൾ അവർ ഭയപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞ ഖുർആൻ എന്ന് പറയുന്ന 114 സുഹൃത്ത് വിധമായി ഖുർആൻ 6666 വാക്യങ്ങളുടെ ഖുർആൻ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുവാൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം വിവർത്തനങ്ങളെ അത് ഭയക്കുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, അതിൽ സത്യത്തിന്റെ സാക്ഷാത്കാരത്തെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല പ്രിയരെ. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബൈബിൾ അങ്ങനെയല്ല. ബൈബിൾ എന്ന് പറയുന്നത് ഞാൻ തന്നെ സത്യമെന്ന് അവകാശപ്പെട്ട യേശു ക്രിസ്തു അഥവാ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപോലെ എഴുതി അഥവാ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. സംശയമുള്ളവർക്ക് പരിശോധിച്ചു നോക്കാം. 66 ഗ്രന്ഥസംശയമായി ബൈബിൾ പരിശോധിച്ചാൽ അതിന്റെ 66 പുസ്തകങ്ങളിലും ഈ സത്യത്തിന്റെ സാക്ഷാത്കാരമായ ക്രിസ്തുവാണ്. ഉൽപ്പത്തി പുസ്തകം ആദ്യ പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി യേശു ക്രിസ്തുവാണ്. പുറപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്. ലേവ്യ പുസ്തകത്തിൽ പാവപരിഹാരയായ ക്രിസ്തുവാണ്. സംഖ്യാ പുസ്തകത്തിൽ അടിക്കപ്പെട്ട ക്രിസ്തുവല്ലേ. ആവർത്തന പുസ്തകത്തിൽ മോശയെ പോലെ പ്രവാചകൻ യേശു ക്രിസ്തുവല്ലേ. യോശുവയുടെ പുസ്തകത്തിൽ ദൈവത്തിന് സൈന്യാധിപൻ ക്രിസ്തുവല്ലേ. രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പാன ബിന്ദു യേശു ക്രിസ്തുവല്ലേ. രാജാക്കന്മാരെ 6 പുസ്തകങ്ങൾ വായിച്ചാൽ വാഗ്ദത്ത രാജാവ് യേശു ക്രിസ്തുവല്ലേ. അതുപോലെ തന്നെ നാം എസ്രായുടെ പുസ്തകം വായിച്ചാൽ ആലയം പണിയുന്ന ക്രിസ്തു. നെഹമ്യാവിന്റെ പുസ്തകം വായിച്ചാൽ രാജ്യത്തിന് വീണ്ടെടുപ്പാനായ ക്രിസ്തു. എസ്തേറിന്റെ പുസ്തകം വായിച്ചാൽ രക്ഷകനായ ക്രിസ്തു. സങ്കീർത്തനങ്ങളിൽ സർവ്വവല്ലഭനായ ക്രിസ്തു. സദൃശ്യവാക്യങ്ങളിൽ നമ്മുടെ മാതൃകയായ ക്രിസ്തു. ഉത്തമഗീതത്തിൽ നമ്മുടെ സംതൃപ്തിയായ ക്രിസ്തു. 17 പ്രവചന പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായ ക്രിസ്തു. 4 സുവിശേഷങ്ങൾ വായിച്ചാൽ മത്തായി സുവിശേഷത്തിൽ രാജാതിരാജാവായ ക്രിസ്തു. മർക്കോസിന്റെ സുവിശേഷത്തിൽ അഥവാ ദൈവത്തിന്റെ ദാസനായ ക്രിസ്തു. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ അത് മനുഷ്യപുത്രനായ ക്രിസ്തു. യോഹന്നാൻ സുവിശേഷം വായിച്ചാൽ ദൈവപുത്രനായ ക്രിസ്തു. 21 ലേഖനങ്ങൾ വായിച്ചാൽ നല്ലയിടനായ ക്രിസ്തു. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ ഉയർത്തെഴുന്നേറ്റ മശിഹായ ക്രിസ്തു. അവസാന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം വായിച്ചാൽ വീണ്ടും വരുന്ന രാജാതിരാജാവും കർത്താതി കർത്താവുമായ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് 1000 അല്ല 10,000 അല്ല എത്ര ലക്ഷക്കണക്കിന് ഏതെല്ലാം ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്താലും എത്ര കോപ്പികൾ അടിച്ചിറക്കിയാലും അക്ഷര പശു വന്നിരിക്കാം. പക്ഷേ യേശു ക്രിസ്തു വ്യക്തിത്വത്തെ മാറ്റുവാൻ ആർക്കും കഴിയില്ല. അല്ലയോ ക്രിസ്തു അങ്ങെന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? സമയക്കുറവ് കൊണ്ട് എനിക്ക് ആകെ 1.5 മണിക്കൂർ സമയമേ തന്നിട്ടുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, സമയക്കുറവ് കൊണ്ട് വിഷയത്തിലേക്ക് വരണം. അല്ലയോ ക്രിസ്തു അങ്ങെന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? ന്യായമായ ചോദ്യം. അഥവാ ഒരു മതം സ്ഥാപിക്കുവാൻ വന്നതാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ കുലങ്കക്ഷമായി ഞാൻ പഠിച്ചിട്ട് ഒരു മതവും ക്രിസ്തു സ്ഥാപിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മതം സ്ഥാപിക്കുവാൻ വന്നവനല്ല ക്രിസ്തു, സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിലേക്ക് വന്നവനാണ്. അതുകൊണ്ട് ഇന്നേക്ക് ഏകദേശം 4000 ആണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന ഊസ് ദേശീയനായ ഇയ്യോബ് ചോദിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഉത്തരവില്ല. വീണ്ടും 1000 വർഷം കൂടി കഴിഞ്ഞു. ഭക്ത ശിരോമണികളായിരിക്കുന്ന സങ്കീർത്തനകാരന്മാർ വളരെ ഗദ്ഗതത്തോടെ അവർ പറയുകയാണ്. 49-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങൾ പറയുകയാണ്, മനുഷ്യൻ മരിക്കാതിരിപ്പാൻ അവനും അറിവില കൊടുത്ത് ഈശ്വരനിൽ നിന്നും അവന്റെ ജീവനെ തിരിച്ചു മേടിക്കുവാൻ ആർക്ക് കഴിയും? അടഞ്ഞ അധ്യായം. വീണ്ടും 1000 വർഷം കൂടി കഴിഞ്ഞു. യോർദാന നദീതടത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു നടന്നു വരുന്നു. ചോദിച്ചു, ആർത്തനായ യേശു ക്രിസ്തുവിനോട് തന്റെ അനുഗമ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? യേശു ക്രിസ്തുവിന്റെ ഉത്തരം, കല്ലറയിലുള്ളവരെല്ലാം ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അവരെല്ലാം ഉയർക്കുകയും നാഴിക വന്നുമിരിക്കുന്നു. പറയുക മാത്രമല്ല പ്രിയരെ, എന്തധരം കൊണ്ട് ആണയിട്ടുവോ രുദ്രം കൊണ്ട് മുദ്രയിട്ടോ ആചാര്യൻ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്ന ജീവനുള്ള ഏകസത്യ ദൈവത്തിന്റെ മനുഷ്യാവതാരമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ പ്രവർത്തന കാലഘട്ടം പരിശോധിച്ചാൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, 12 വയസ്സ് മാത്രം പ്രായമുള്ള യായിറോസിന്റെ മകൾ മരിച്ചുപോയില്ലേ? ആ മരിച്ച ഭവനത്തിലേക്ക് അഥവാ ദുഃഖാർദ്രമായിരിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു ചെന്ന സ്നേഹസ്വരൂപനായ യേശു ക്രിസ്തു ആ ബാലികയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബാലിക എഴുന്നേൽക്കുക.
യേശു ക്രിസ്തു കൈക്ക് പിടിച്ചുകൊണ്ട് ആ മരണത്തിൽ നിന്നും ബാലികയെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ല പ്രിയരെ. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആ ഒരു മകൻ മാത്രമുള്ള ഒരു വിധവ തീരാ ദുഃഖത്തിനായി മകൻ മരിച്ചുപോയി. ആശയും നശിച്ച് നിരാശയും നിബന്ധിച്ച് ഇനി അടക്കത്തിന് വേണ്ടി ഇതാ സെമിറ്ററിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വരുന്നു കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിന് ആ വിധവയുടെ തീരാ ദുഃഖം കണ്ട് മനസ്സറിഞ്ഞ് ആ ശവമഞ്ചത്തിൽ പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, ചെറുപ്പക്കാരാ എഴുന്നേൽക്ക. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ആ ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ആ ചെറുപ്പക്കാരൻ സംസാരിച്ചില്ലേ, അവന് ജീവൻ തിരിച്ചു കിട്ടിയില്ലേ. അവിടെ കൊണ്ട് അവസാനിച്ചില്ല പ്രിയരെ. താൻ സ്നേഹിച്ച സ്നേഹിതനായിരിക്കുന്ന ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, 4 ദിവസമായി നാറ്റം വെച്ച അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, ലാസർ ഉറങ്ങുകയാണ്. യേശു ക്രിസ്തു പറഞ്ഞു നേരെ കല്ലറക്കിലേക്ക് ചെന്നു. കല്ലറയിൽ ചെന്ന് വിളിച്ചു, ലാസർ പുറത്തു വരിക. ആ നിമിഷം ഈ മരിച്ച് 4 ദിവസം വെച്ച് നാറ്റം വെച്ച ശരീരത്തിനുടമയായ ലാസർ ഇതാ അവൻ പൂർണ്ണ ആരോഗ്യവാനായി ജീവൻ പ്രാപിച്ച് പുറത്തേക്ക് വന്നില്ല പ്രിയരെ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, കല്ലറയിലുള്ളവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവരെല്ലാം ഒരിക്കലും നാഴിക വരുന്നു വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇന്ന് വരെ മരിച്ചവരെ ഉയർപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മഹിമാധരനുണ്ടെങ്കിൽ, മഹാദൈവത്തിന്റെ മനുഷ്യാവതാരമുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ലോകചരിത്രം പരിശോധിച്ചാൽ പ്രസിദ്ധനായ ഹോമറും സമർത്ഥനായ സീസറും പ്രസിദ്ധിയേറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരെല്ലാം കാലത്തിന്റെ യൗവനയിലേക്ക് മറഞ്ഞുപോയപ്പോൾ അവതാര പുരുഷന്മാരെന്ന് അവകാശപ്പെട്ടവരെല്ലാം മത്സ്യക്കൂർവർ, അഗസ്ത്യ, നരസിംഹ, രാമോ രാമച്ച, കൃഷ്ണകർക്ക് ജനാർദ്ദന, അതിൽ 9ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണനും വേടന്റെയും വെച്ച് കാലപുരിയിലേക്ക് പോയപ്പോൾ, മുഹമ്മദ് മരിച്ച് മെദീനത്തടങ്ങിയപ്പോൾ, ബുദ്ധൻ മരിച്ച് ഗയയിലടങ്ങിയപ്പോൾ, അഥവാ നമ്മുടെ ഗുരുസ്വാമി ശിവഗിരിയിൽ അടങ്ങിയപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങൾ മുമ്പന്മാർ എന്നെ പിടിക്കും, അവർ എന്നെ തല്ലും, അവരെന്നെ കൊല്ലുമെന്നല്ല പറഞ്ഞത്, എന്നെ ക്രൂശിച്ചു കൊല്ലും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, നിങ്ങൾ എന്നെ കൊല്ലൂ, ഞാൻ ഉയർക്കാമെന്ന് പറഞ്ഞ ഒരു മരണത്തെ വെല്ലുവിളിച്ച ദൈവത്തിന്റെ ഏക മനുഷ്യാവതാരമായിരിക്കുന്ന ജീവനെ കൊടുപ്പാൻ, തിരികെ പ്രാപിപ്പാൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ ജീവന്റെ ഉടയവനായ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരനാണ് സാക്ഷാൽ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. മനുഷ്യന് മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം എന്ന് പറയുന്നത് ആ നിത്യമായ ജീവിതമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ച് വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഒരു നാളും മരിക്കാത്ത നിത്യജീവൻ കൊടുക്കുവാനാണ് പ്രിയരെ ദൈവത്തോടുകൂടെ ദൈവമായിരുന്നവൻ ദൈവത്തോട് സമത്വം മുറുകെ വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി പാപജടത്തിന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നത്. അല്ലയോ ക്രിസ്തു, അങ്ങെന്തിന് ഭൂമിയിൽ വന്നു എന്ന് ചോദിച്ചാൽ 60 ഗ്രന്ഥസംശയമായി ബൈബിൾ പരിശോധിച്ചാൽ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ഒരു നാളും ആർക്കും കാണാൻ കഴിയാത്ത ആത്മാവായിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരൻ ശരീരം സ്വീകരിച്ച് ഭൂമിയിലേക്ക് അവതരിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഒരിക്കൽ ക്രിസ്തുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസ് ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് ഗുരുവേ, എന്താണ് ആഗ്രഹം? ഞങ്ങൾ ഇത്രയും കാലം അങ്ങേ അനുഗമിച്ചതിന്റെ കാരണം ഞങ്ങൾക്ക് സ്വർഗീയ പിതാവിനെ ഒന്ന് കാണണം. അപ്പോൾ യേശു ക്രിസ്തു പ്രതിവചിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ, ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നിങ്ങൾ ദൈവത്തെ കണ്ടില്ലയോ ഫിലിപ്പോസേ എന്നാണ് ചോദ്യം. പിതാവിനെ കണ്ടില്ലയോ എന്ന് ചോദിച്ചു. അർത്ഥാൽ ദൈവത്തെ കണ്ടില്ലയോ? യേശു ക്രിസ്തു പറയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നു. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ വെളിപ്പെട്ട ദൈവമെന്ന് അവകാശപ്പെട്ട ഒരു അവതാര പുരുഷനുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും അങ്ങനെ താൻ ദൈവമെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയെന്ന് മാത്രമല്ല, ദൈവത്തോട് ദൈവമായിരുന്നവൻ ഈ ഭൂമിയിൽ ഇന്നോളം പാപമില്ലാതെ ജനിച്ച, പരിശുദ്ധാത്മാവിൽ പൗത്രീകരിക്കപ്പെട്ട് വചനം ശരീരമായി ജന്മപാപമില്ലാതെ ജനിച്ച ഒരുവനുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് 33 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് അഥവാ തന്നെ ക്രൂശിക്കുവാൻ കുതിച്ചു നിൽക്കുന്ന ജനതയോട് ചോദിച്ചു, നിങ്ങളിൽ ആരെന്നെ പാപബോധം വരുത്തും? എന്നെ സ്നേഹിച്ച
ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇന്ന് വരെ യേശു ക്രിസ്തു ഒരു പാപവും തെളിയിക്കുവാൻ ഒരു മിതവാദിക്കോ ഒരു തീവ്രവാദിക്കോ ഒരു മതവാദിക്കോ ഒരു യുക്തിവാദിക്കോ കഴിഞ്ഞിട്ടില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അവനെ തിരിച്ചും മറിച്ചും 6 കോടതികൾ വിസ്തരിച്ചില്ലേ? അവസാനം പീലാത്തോസ് ജഡ്ജ്മെന്റ് എഴുതി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, നീതിമാനായ ഒരു വ്യക്തി ഇന്ന് വരെ പ്രപഞ്ചത്തിൽ ശത്രുക്കൾ വിസ്തരിച്ചിട്ടും വെളിപ്പെട്ട ഒരുത്തനുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുത്ത യൂദാസ് ആ ദ്രവ്യാഗിരിയെ ശിക്ഷൻ പോലും പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുന്ന കള്ളൻ, ആ കള്ളൻ ഇപ്പൊ വിളിച്ചു പറയുകയാണ്, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല. അരുതാത്ത ഒരു പ്രവൃത്തി ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടെ കൊണ്ട് തീർന്നില്ല പ്രിയരെ. അവന്റെ മരണം കണ്ടുകൊടുന്ന റോമൻ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ വാസ്തവമായി നീതിമാൻ. അനവധി കുറ്റവാളികളുടെ മരണം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു നീതിമാന്റെ മരണം കണ്ടിട്ടില്ല. മറ്റൊരു ശതാധിപൻ വിളിച്ചു പറയുകയാണ്, ഇവൻ വാസ്തവമായി ദൈവപുത്രനാണ്. കാരണം ഇവന്റെ മരണത്തിങ്കൽ സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കലർ തുറക്കപ്പെട്ടു, ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല മുകളും അടിവരെ കീറിപ്പോയി. ഇസങ്ങളെ വിട, തത്വചിന്തകളെ വിട, കർമ്മകാണ്ഡങ്ങളെ വിട, സർവത്തിനും പാപപരിഹാരം സർവസൃഷ്ടിക്കും വരുത്തിക്കൊണ്ട് യേശു ക്രിസ്തു പാപികളുടെ പാപപരിഹാരാർത്ഥം കാലുകളുടെ ക്രൂശിൽ മരിക്കുക മാത്രമല്ല, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരിക്കുന്ന മാനവരാശി ഒന്നടങ്കം മരണത്തിൽ മോചിപ്പിച്ച വിമോചകനാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഇവന് തുല്യം പറയുവാൻ ഒരു വ്യക്തി പ്രഭാവം ഇതുവരെ പ്രപഞ്ച സിനിമയിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇന്ന് ഈശ്വരന്റെ അഷ്ടഗുണങ്ങളിലും ഒത്തിണങ്ങിയിരിക്കുന്ന ഒരേ ഒരുവൻ. നിങ്ങൾ അമരകോശം വായിക്കണം. അമരകോശം വായിച്ചാൽ അത് ഈശ്വരന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അണിമ മഹിമ ചൈവ രിഗിമ ഗിരിമ തദൈ ഈശ്വത്വം വശിത്വം പ്രകാശമേവച്ഛ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അഷ്ടഗുണങ്ങളും ഒത്തിണങ്ങിയ പ്രപഞ്ചത്തിൽ വെളിപ്പെട്ട ഒരേ ഒരുവൻ, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ആരൊക്കെ ഈശ്വരനെ ആത്മാർത്ഥമായി അന്വേഷിച്ചോ അവരെല്ലാം യേശു ക്രിസ്തുവിന്റെ പാതാരബന്ധങ്ങളിൽ ചെന്ന് ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ ലോകത്തിന് ഒരു പ്രപഞ്ച സൃഷ്ടാവായ ദൈവമുണ്ട്. ആ ദൈവത്തിന് അസ്തിത്വമുണ്ട്. ആ യഹോവയായ ദൈവം ശരീരമെടുത്ത് ഭൂമിയിലേക്ക് വന്നവരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. എന്തുകൊണ്ട് ഈ പൂർണ്ണ ദൈവമായിരിക്കുന്ന ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു? അതിന് ഉത്തരമുണ്ട് പ്രിയരെ. ബൈബിൾ വായിക്കുമ്പോൾ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നിരിക്കുന്നു, സമസ്ത മനുഷ്യരും ഒരുപോലെ പാപികളായിരിക്കുന്നു. റോമാലേഖനം 3:10 പറയുകയാണ്, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. റോമാലേഖനത്തിൽ അഥവാ 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം പറയുന്നത്, എല്ലാ മനുഷ്യരും പാപത്തിന്റെ ശിക്ഷയ്ക്ക് വിധേയരായിരിക്കുന്നു, സമസ്ത മനുഷ്യരും ഒരുപോലെ പാപികളായിരിക്കുന്നു. ഇത് തന്നെയല്ലേ നീതിസാരവും പറയുന്നത്? പാപോകം പാപകർമ്മോകം പാപാത്മ പാപസംഭവം. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ചെയ്ത് പാപിയായ മനുഷ്യൻ, ഭഗവത്ഗീത പറയുന്നു. നീതിസാരം പറയുന്നത് അഥവാ ഈ ഏതൊരു മനുഷ്യനെ പരിശോധിച്ചാലും അവൻ പാപിയാണ്. കാരണം കോപശീലം ശിശുവെങ്കിലും ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു ശിശു കോപിക്കുന്നതിന് കാരണം അവൻ പാപിയായത് കൊണ്ടല്ലേ? ജന്മകർമ്മ പാപങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് പോകേണ്ടി വരും പ്രിയരെ. അതുകൊണ്ടാണ് നിത്യമായൊരു നരകമുണ്ട്. ആ നരകത്തിൽ നിത്യമായൊരു ജീവിതമുണ്ട്. ആ നിത്യ നരകത്തിൽ നിന്നും ആ മനുഷ്യനെ രക്ഷിക്കുവാൻ നിത്യദൈവമായിരിക്കുന്നവൻ, സത്യദൈവമായിരിക്കുന്നവൻ അവൻ ശരീരമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. എന്താണ് കാരണം? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് പ്രിയരെ. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മകൻ എന്നാണ് ദൈവം വിളിച്ചത്. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ ദൈവഗ്രന്ഥമായി ബൈബിൾ ആദിമ മനുഷ്യനെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മകൻ എന്നാണ്. സർവത്തിന്മേൽ വാഴുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ സർവത്തിന്മേൽ വാഴുന്ന അധികാരമുള്ള മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്തു. അങ്ങനെ പാതാളത്തിനാടായി പോകുന്ന മനുഷ്യൻ, മദ്യവും മയക്കുമരുന്നും ലോകത്തിന്റെ പാപത്തിൽ ഒഴുകുന്ന മനുഷ്യൻ, സ്വസ്ഥതയില്ലാതെ, സ്വൈര്യമില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, പ്രത്യാശയില്ലാതെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, നിരാശനായ മനുഷ്യൻ, ആ മനുഷ്യനെ അഥവാ സത്യമായിരിക്കുന്ന
ജീവനുള്ള ഏകസത്യ ദൈവത്തിലേക്ക് ആ മനുഷ്യനെ ആഹ്വാനം ചെയ്തുകൊണ്ട് തന്റെ മാറോട് ചേർത്ത് അവനെ പുതിയ സൃഷ്ടിയാക്കി അവന് പുത്തൻ പ്രത്യാശ കൊടുത്ത് നിത്യജീവൻ കൊടുത്ത് നിത്യസമാധാനം കൊടുത്ത് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന്റെ ഉറപ്പ് കൊടുക്കുവാനാണ് യേശു ക്രിസ്തു മനുഷ്യനായി തന്നെ ഭൂമിയിലേക്ക് അവതരിച്ചത്. ആ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമായിരിക്കൊണ്ട് ഏതൊരു പാപിയെയും രക്ഷിപ്പാൻ, പൂർണ്ണമായി രക്ഷിപ്പാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ശിഷ്യനായ പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു. മത്തായി സുവിശേഷം അതിന്റെ 19-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ചോദിച്ചു, എങ്ങനെയായ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? കാരണം മനുഷ്യന്റെ കർമ്മകാണ്ഡങ്ങളെല്ലാം പാപത്തിന്റെ പൂരിതമായിരിക്കൊണ്ട് പാപിയായ മനുഷ്യന് ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയില്ല. അതിന്റെ അവസാന വാക്കല്ലേ നമ്മുടെ മഹർഷിമാരെ സംബന്ധിച്ച് പറയുമ്പോൾ, വിശ്വാമിത്ര പരാശരമഹർഷിമാർ പച്ചലയും പച്ചവെള്ളവും കഴിച്ച് തപസ് ചെയ്തവരല്ലേ? വിശ്വാമിത്രൻ മേനക എന്ന അപ്സരസിൽ വീട് പോയത് കൊണ്ടല്ലേ ഇവിടെ ശകുന്തള ഉണ്ടായത്? അതുപോലെ പാലരുവി നടുവിൽ പണ്ട് പൗർണമി രാവിൽ ഒരു മത്സ്യകന്യകയിൽ ഒരു മുക്കുവത്തി പെണ്ണി ജനിച്ച മകനെ വേദവ്യാസൻ കാമക്രോധമങ്ങളിൽ കുട്ടി ജനിച്ചിരിക്കൊണ്ട് പാപോകം പാപകർമ്മോകം പാപാത്മാ പാപസംഭവം പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന പാപിയായ മനുഷ്യന് ഒരു കാരണവശാലും സ്വയം മുക്തി സാധ്യമല്ല. അതുകൊണ്ടാണ് അവതാരം എന്ന ആശയം നമ്മുടെ പുരാണങ്ങളിൽ കാണുന്നത്. ആ പുരാണങ്ങളിൽ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ഈ മണ്ഡലത്തിലേക്ക് വരുന്നവന് മാത്രമേ, പാപമില്ലാത്തവന് മാത്രമേ പാപി രക്ഷിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അവതാര പുരുഷന്മാരും മണ്ണിൽ മരണം കൊണ്ട് അവസാനിച്ചപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു മോക്ഷപ്രാപ്തി? അതുകൊണ്ടാണ് നമ്മുടെ വേദങ്ങൾ പരിശോധിച്ചാൽ, ഋഗ്വേദത്തിന്റെ പേരുകൾ പരിശോധിച്ചാൽ 10-ാം മണ്ഡലം 120 സൂക്തങ്ങളിൽ മഹർഷിവര്യന്മാർ 9 തലമുറയിൽപ്പെട്ടവർ എഴുതി വെച്ചു. യസ്മാധാതം നപുരേക്കും ചൈനവായ ആവഭൂവഭൂവാവിനി വിശ്വപ്രജാപതി. ഈ പ്രപഞ്ചം ഈ രൂപത്തിൽ കാണുന്ന മുമ്പ് ഒരു സത്ത ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സത്ത ഏകമായിരുന്നു. വീണ്ടും ഉപനിഷത്തുക്കൾ പറയണത് ആത്മാവ ഇതമേകാവ ഏവാഗ്രയാസിത്, അത് ആത്മാവായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വീണ്ടും ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഇപ്രകാരമാണ് 33-ന്റെ 32-ന്റെ 5-ാം സൂക്തം പറയുന്നത്. പുരുഷേവേദം സർവം മിത്പുതം മിത്തഭാവ്യം ഉദാമണത്വത്തെ സാധോ യതനോ നാതിരോഗിത. ഈ പുരുഷൻ മാത്രം സർവത്തിനും കാരണബോധനായിരിക്കുന്നു. അതുകൊണ്ട് മഹർഷിവര്യന്മാർ ചോദിക്കുകയാണ്, തസ്മൈ ദേവായ അഭിഷാവിദേമ, ഏത് ദേവനാണ് ഞങ്ങൾക്ക് അവസരിപ്പിക്കേണ്ടത്? കണ്ണെന്ന പ്രജാപതിക്ക്. ആരാണ് പ്രജാപതി? പ്രജാപതി ചരിതേ ഗർഭേ അന്തർജായ മാനോ ഗുഹിത വിജായതേ. അവൻ കന്യകയിൽ അഥവാ കന്യകയിലൂടെ ജനിക്കണം. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഏതൊരു പുസ്തകം വെച്ച് പരിശോധിച്ചാലും, ഏതെല്ലാം ഗ്രന്ഥങ്ങൾ വെച്ച് പരിശോധിച്ചാലും യേശു ക്രിസ്തു എന്ന വ്യക്തിത്വത്തിൽ, അവന്റെ നിർമ്മലതയിൽ, അവന്റെ ദൈവത്വത്തിലാണ് ഇതെല്ലാം സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മതത്തിന്റെ ദൈവമല്ല, യേശു ക്രിസ്തു ഒരു വർഗത്തിന്റെ ദൈവമല്ല, വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത, ഉച്ചനീച തട്ടുകളില്ലാത്ത, ഒരേ ഒരു സൂര്യന് കീഴിൽ, ഒരേ ഒരു ഭൂമിയിൽ, ഒരേ ഒരു മനുഷ്യന്റെ മക്കളായ മാനവരാശിയെ രക്ഷിപ്പാനായി ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാൽ അനവധി കാര്യങ്ങൾ പറയുവാനുണ്ട്. പക്ഷെ എനിക്ക് സമയമില്ല പ്രിയരെ. അതുകൊണ്ട് കല്ലയോ കർത്താവായ യേശുവേ, അങ്ങ് എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, മനുഷ്യൻ ദൈവത്തെ കണ്ടിട്ടില്ല. കാണാൻ കഴിയാത്ത ദൈവത്തെ, ജീവനുള്ള ഏകസത്യ ദൈവത്തെ, യഹോവ എന്ന ഏകസത്യ ദൈവത്തെ ലോകത്തിൽ വെളിപ്പെടുത്തുവാനാണ് യേശു ക്രിസ്തു വന്നത്. അപ്പോൾ ചിലർ ചോദ്യം ചോദിക്കാറുണ്ട്, യേശു ക്രിസ്തു ഒരു കുട്ടി ദൈവമാണോ, അതോ അവൻ നിത്യനായിരിക്കുന്ന യഥാർത്ഥത്തിൽ ആ മഹാദൈവമാണോ? അതുകൊണ്ടാണ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് പ്രിയരെ. നാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ആവർത്തന 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയോ അവൻ കർത്താവും ജീവനുള്ള ദൈവവും മഹാദൈവവും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് സെന്റ് പോൾ ഇപ്രകാരം തീത്തോസിന്റെ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ മഹാദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമാലേഖനം 9-ാം അധ്യായത്തിന് 5-ാം വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് യഹൂദനായിരുന്ന, പിൻകാലത്ത് ക്രിസ്തുവിന് ശിഷ്യനായിരിക്കുന്ന ഏകസത്യ ദൈവത്തെ യഹോവയെ ആരാധിച്ചിരുന്ന അപ്പോസ്തലനായ പൗലോസ് പറയാണ്, അവൻ സർവ്വത്തിനും മീതെ ദൈവം എന്ന് പറഞ്ഞാൽ യഹോവ സാക്ഷികൾ പറയുന്ന പോലെ കുട്ടി ദൈവമല്ല, അവൻ സർവ്വത്തിനും മീതെ ദൈവം. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവന്റെ മാറിനോട് ചാരിയ തന്റെ ശിഷ്യനായ യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതുകയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയാവുന്ന വിവേകം തന്നുവെന്നും
നാം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ലോക ചരിത്രത്തിൽ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ, പ്രപഞ്ചത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചവൻ, മരണത്തിൽ നിന്ന് മനുഷ്യനെ മടക്കി വരുത്തുന്നവൻ, പുനരുദ്ധാനം ചെയ്യിച്ച് ന്യായവിധി നടത്തുന്നവൻ, വീണ്ടും ഭൂമിയിൽ 1000 വർഷം ഭൂമിയെ നീതിയോടെ ഭരിക്കുന്നവൻ, സ്വർഗീയ ജെറുസലേം എന്ന സ്വർഗീയ ഭവനത്തിൽ മനുഷ്യന് നിത്യമായ ജീവിതം കൊടുക്കുന്ന, നിത്യനായിരിക്കുന്ന ഒരു സത്യ ദൈവമുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന, ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരുത്തിനില്ല പ്രിയരേ. അതുകൊണ്ടാണ് ആകാശത്തിൽ മനുഷ്യന് നൽകപ്പെട്ട രക്ഷയ്ക്കായി ഒരേ ഒരു നാമം. അതുകൊണ്ട് പത്രോസിന്റെ ചോദ്യം, ഇങ്ങനെയായി രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? യേശു ക്രിസ്തു മറുപടി, ദൈവത്തിന് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. അതുകൊണ്ടാണ് ദൈവത്തോട് ദൈവമായിരുന്നവൻ ഇതാ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നിരിക്കുന്നത്. പാപത്തിൽപ്പെട്ട് പാതാളത്തിനാടായി മരണം വഴി നരകത്തിലേക്ക് പോകുന്ന മനുഷ്യന് പുതിയ ജീവിതം കൊടുത്ത്, പുത്തൻ ശരീരം കൊടുത്ത്, സ്വർഗീയ ജീവിതം കൊടുത്ത് ഈ ഭൂമിയിൽ തന്നെ 1000 വർഷം സമാധാനത്തോടെ, സന്തോഷത്തോടെ, സമത്വസുന്ദര സാഹോദര്യമായിരിക്കുന്ന ഒരു ജീവിതം കൊടുക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ ആ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ദൈവമല്ലേ? യേശു ക്രിസ്തു മരിക്കുമോ? അഥവാ ദൈവം മരിക്കുമോ? പലപ്പോഴും ഇസ്ലാം സഹോദരന്മാർ ഞങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ യേശു ക്രിസ്തു ഞങ്ങൾ പ്രവാചകനായി അംഗീകരിക്കുന്നു. കാരണം ഞങ്ങൾ ഖുർആൻ പരിശോധിച്ചപ്പോൾ, ഹദീസുകൾ പരിശോധിച്ചപ്പോൾ 1,25,000 നബിമാർ ഞങ്ങൾക്കുണ്ട്. അതിൽ 25 പ്രധാനപ്പെട്ട നബിമാരുണ്ട്. അതിൽ ഇന്ന് വരെ അഥവാ 25 നബിമാരിൽ ഇബ്ലീസിനാൽ കുറ്റപ്പെടാത്ത ഏക നബി ഈസ എന്ന് അഥവാ മുഹമ്മദ് നബി പോലും സാക്ഷീകരിച്ചിരിക്കുന്ന, ജന്മപാപമില്ലാത്ത, കർമ്മപാപമില്ലാത്ത, പരിശുദ്ധനായിരിക്കുന്ന, പരിപാവനയുടെ ഭവ്യരൂപമായിരിക്കുന്ന ഈ ക്രിസ്തു എങ്ങനെ മരിക്കും? ആ ക്രിസ്തു ദൈവമാണെങ്കിൽ ദൈവം മരിച്ചു 3 ദിവസം അടക്കപ്പെട്ടപ്പോൾ ദൈവം മരിച്ചിരിക്കുകയായിരുന്നോ? ഇതാണ് അവരുടെ ചോദ്യം. എന്നാൽ ദൈവത്തിന്റെ ഗ്രന്ഥം പരിശോധിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു വന്നപ്പോൾ പറഞ്ഞു, ഞാൻ മരിക്കുവാനാണ് വന്നത്, മരിക്കുവാനാണ്. നമ്മളെല്ലാം ജനിച്ചത് കൊണ്ട് മരിക്കുമ്പോൾ മരിക്കുവാനായി ഇവിടെ മനുഷ്യാവതാരം ചെയ്തു വന്ന ഒരുവനുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പാപത്തിന്റെ ശമ്പളമായ മരണം മനുഷ്യനെ രക്ഷിപ്പാൻ, പാപോകം, പാപകർമ്മോകം, പാപാത്മാ, പാപ സംഭവത്തിൽ ജീവിക്കുന്ന ഭാവിയായി മനുഷ്യനെ രക്ഷിപ്പാൻ പരമോന്നതനായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങൾ മുപ്പന്മാരെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ചു കൊല്ലും. അല്ലയോ ക്രിസ്തു, അങ്ങനെ ക്രൂശിൽ മരിക്കണം? ന്യായമായ ഒരു ചോദ്യമാണ് പ്രിയരെ. യേശു ക്രിസ്തു ദൈവമായിരുന്നു മരിക്കുമോ? ഇല്ലേ, മരിക്കില്ല. അതുകൊണ്ടാണ് അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ലല്ലോ, പാപത്തിന്റെ ശമ്പളമല്ലേ മരണം, പിന്നെ യേശു ക്രിസ്തു എങ്ങനെ മരിക്കും? ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5:21 രേഖപ്പെടുത്തിയത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതീകരിക്കപ്പെടേണ്ടതിന് അവനെ പാപമാക്കി, ലോകത്തിന്റെ പാപം ചുമന്ന് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ പരിചയപ്പെടുത്തിയ മാനവരാശിയുടെ മുഴുവൻ പാപത്തെ വഹിക്കുവാൻ മനുഷ്യാവതാരം ചെയ്തു വന്ന പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പാപമില്ലാതെ ജനിച്ച് പവിത്രനായി ജീവിച്ച കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗതസമന എന്ന തോട്ടത്തിൽ മാനവരാശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എല്ലാ മനുഷ്യ ജീവിതങ്ങളുടെ ആഗ്രഹം ഈ ഭൂമിയിൽ പാപത്തെ പാലുപോലെ ആസ്വദിച്ച് മദ്യപിച്ച് ഈ ലോകത്തിന്റെ മയക്കുമരുന്ന്, ലോകത്തിന്റെ പാപങ്ങളെല്ലാം ജീവിച്ച് അവസാനം മരിച്ച് എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നാണ്. ആരോട് ചോദിച്ചാലും നരകത്തിൽ പോകണമെന്ന് പറയുകയില്ല. എന്നാൽ ദൈവനീതി ആവശ്യപ്പെടുന്നത് പാപിയുടെ ശിക്ഷ നരകമാണ്. അതുകൊണ്ട് നരകത്തിന്റെ ശിക്ഷ, ആ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കണമെങ്കിൽ ആ നരക ശിക്ഷ മുഴുവൻ രക്ഷകനായിരിക്കുന്നവൻ അനുഭവിക്കണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അഥവാ നമുക്കിടയെല്ലാം പകരക്കാരനായി നമ്മുടെ ആഗ്രഹം അറിയിക്കുകയാണ്. കഴിയുമെങ്കിൽ, കഴിയുകയില്ല. കാരണം പാപിയെ ശിക്ഷിച്ചപ്പെടുകയുള്ളൂ. പാപിയെ ശിക്ഷിക്കാതെ വിടുന്നതിനും ദൈവം അനീതിയുള്ളവൻ വരും. അതുകൊണ്ട് പാപിയെ ശിക്ഷിച്ചു. എവിടെ ശിക്ഷിച്ചു? കർത്താവായ യേശു ക്രിസ്തുവിന് മേൽ മാനവരാശി ഒന്നടങ്കം പാപം ആ രാത്രിയുടെ യാമങ്ങളിൽ പെയ്തിറങ്ങി. പ്രിയരെ, ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപം അവന്റെ മേൽ ചുമത്തി. അങ്ങനെ പാപമറിയാത്ത ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട ക്രിസ്തു, ആ ക്രിസ്തു പാപികളുടെ പരിഹാരത്തിന് വേണ്ടി ഇതാ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി.
ആ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുമോ? 2000 ആണ്ടുകൾക്ക് അപ്പുറത്ത് അനേകർക്ക് അപ്പം നുറുക്കി കൊടുത്ത, അനേക കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ ആ സൗഖ്യദായക കരങ്ങളിൽ കാര്യം പാണി വെച്ചടിച്ചത് സ്നേഹിത ഞാനും നീ ചെയ്തു കൂട്ടിയ പാപപ്രവൃത്തി. ആ പാപപ്രവൃത്തിക്ക് ദൈവം അഥവാ ശിക്ഷ നൽകാതെ വിട്ടാൽ അവൻ അനീതിയോടെ വരും. അതുകൊണ്ടാണ് പാപപ്രവൃത്തികൾക്ക്, മനുഷ്യന്റെ പാപപ്രവൃത്തികൾക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എവിടെ സൃഷ്ടിച്ചു? കാൽവര ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ മാനവരാശിക്ക് വേണ്ടി അനേകർക്ക് അപ്പം നുറുക്കി കൊടുത്ത, അനേക കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ ആ പവിത്ര കരങ്ങളിൽ കാര്യം പാണി വെച്ചടിച്ചത് സ്നേഹിത മറിയൂരുടെ സ്നേഹിതന്മാരെ മറന്നു പോകരുത്. എന്നെയും നിന്നെയും സ്നേഹിച്ചുകൊണ്ടാണ്. അല്ലയോ കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുമേനി, പവിത്രമായ മേനി, പരിശുദ്ധ പൗത്രീകരിക്കപ്പെട്ട് വചനം ശരീരമായി തീർന്ന ആ പുണ്യമേനി എന്തുകൊണ്ട് റോമൻ ചാട്ടവാറുകൾ ഞാൻ ഞടിച്ചപ്പോൾ അത് കർഷകൻ തല മുഴുതു മറിക്കുന്ന പോലെ അത് കീറി ഉരിഞ്ഞ് ആ രക്തം ധാരധാരയെ ഒഴുകിയെന്ന് ചോദിച്ചാൽ സ്നേഹിത, ഞാനും നിങ്ങളും ജനിച്ചത് പാപത്തിലാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം ദാവീദ് പോലും പാടുന്നത്, ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മയെന്ന് ഗർഭം ധരിച്ചു. പാപത്തിൽ ജനിച്ച നാം, പാപത്തിൽ ജീവിക്കുന്ന നാം, പാപത്തിൽ മരിച്ചാൽ പാതാളത്തിനാടായി അന്ത്യന്യായവിധി ദിവസത്തിലേക്ക് പുനരുത്ഥാന ശരീരത്തിൽ നിത്യനരകത്തിൽ കെടാത്ത തീയിലും ചാകാത്ത പുഴുവിലും കത്തേണ്ടി വരും. എന്നെ സ്നേഹിക്കുന്ന സ്നേഹിത, നമുക്ക് വേണ്ടി നമ്മുടെ പ്രാണപ്രിയനായ ക്രിസ്തു നമുക്ക് വേണ്ടി അവന്റെ തിരുമേനി അടിച്ചു തരുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ മാതാപിതാക്കൾ പോലും നമുക്ക് വേണ്ടി അടിയേൽക്കുവാൻ, ചാട്ടവാറിന് അടിയേൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മുടെ അവതാര പുരുഷന്മാർ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മുടെ പ്രവാചകന്മാർ ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇല്ലേ, ഇല്ല. ഒരു മനുഷ്യനും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. എന്നാൽ നമ്മെ സ്നേഹിച്ച നമ്മുടെ ഉടയവനായിരിക്കുന്ന, തുടിക്കുന്ന ജീവനും ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കാണുന്ന പ്രകാശവും തന്ന സ്നേഹസ്വരൂപനായ യേശു ക്രിസ്തു കാൽവരിയുടെ ക്രൂശിൽ അർത്ഥപ്രാണനായി ഇതാ നമുക്ക് വേണ്ടി അടിയേറ്റു. സ്നേഹിതന്മാരെ, നിങ്ങൾ മറന്നു പോകരുത്. അല്ലയോ ക്രിസ്തു അങ്ങെന്തിനു വേണ്ടി അടിയേറ്റു? എനിക്ക് വേണ്ടി അടിയേറ്റു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തു അവന്റെ തലയിൽ മുള്ളുകൊണ്ടുണ്ടാക്കി ഒരു കിരീടം ഉണ്ടാക്കി അടിച്ചിറക്കി. എന്താണ് സ്നേഹിതന്മാരെ, ഈ മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ സൃഷ്ടാവിനെ ആരാധിക്കേണ്ട മനുഷ്യൻ സൃഷ്ടിയെ ആരാധിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു എന്ന് വയലാർ പാടിയത്. ഇന്നിവിടെ ആരാധിക്കപ്പെടുന്നത് ജീവനുള്ള ഏകസത്യ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ദൈവം ആത്മസ്വരൂപനായിരിക്കെ, ആ ആത്മസ്വരൂപനായ ദൈവം സർവ്വവ്യാപിയായിരിക്കെ, സർവജ്ഞാനിയായിരിക്കെ, നിത്യനായിരിക്കെ, പരിശുദ്ധനായിരിക്കെ, സർവർക്കും സർവ്വം കൊടുക്കുന്നവനായിരിക്കെ, അവൻ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത ഒരു കുശവനാണ് കുടം വരയുന്നത്. എന്നുപോലെ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം കേവലം മതമന്ദിരങ്ങൾ ഉറങ്ങുമോ? ഒരിക്കലും 4 മതക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങുന്നവൻ ജീവനുടെ മനുഷ്യ ഹൃദയം. അതുകൊണ്ടാണ് മനുഷ്യ ഹൃദയത്തിലേക്ക് ഈ ജീവനുള്ള ദൈവം വന്നാൽ ഇതിൽ മദ്യപിക്കാൻ പറ്റുമോ? പുകവലിക്കാൻ പറ്റുമോ? വ്യഭിചരിക്കാൻ പറ്റുമോ? പിടിച്ചു വലിക്കാൻ പറ്റുമോ? മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? ഭീകരവാദം നടത്താൻ പറ്റുമോ? സ്വന്തം സഹോദരനെ ബോംബ് വെച്ചും ഭീകരവാദം കൊണ്ടും കൊല്ലുവാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് സ്നേഹസ്വരൂപനായ, സ്നേഹത്തിന്റെ പിതാവായ ദൈവമായിരിക്കുന്നവൻ മനുഷ്യനായ ഭൂമിയിലേക്ക് അവതരിച്ച യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവന് പുതിയ മനുഷ്യനായി തീരുന്നു. അല്ലയോ ക്രിസ്തു അങ്ങെന്തുകൊണ്ട് മുൾമുടി വെച്ചു എന്ന് ചോദിച്ചാൽ, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത ഊമ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതെന്റെ ദൈവമെന്ന് ആരാധിക്കുന്ന അല്ലയോ മൗഢ്യനായ മനുഷ്യ, നീ ഈ മനുഷ്യന് കിട്ടേണ്ട മുൾക്കിരീടം അതാണ് നമ്മെ സ്നേഹിച്ച് നമ്മുടെ ബുദ്ധിശൂന്യതയ്ക്ക് യേശു ക്രിസ്തു ഏറ്റെടുത്തത്. മയോമക്തനായി സ്വയബോധം നഷ്ടപ്പെട്ട് മദ്യം കഴിക്കുന്നതും ഇന്ന് അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയേണ്ട, സത്യത്തെ തിരിച്ചറിയേണ്ട ബുദ്ധിയെ മയക്കിക്കെടുത്തുവാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്ന വലിയൊരു ആയുധമല്ലേ മയക്കുമരുന്ന്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, വ്യക്തി ജീവിതത്തെ നശിപ്പിക്കുന്ന, കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കുന്ന ഈ മഹാവിപത്ത്, ഈ വിപത്തിൽ നിന്നും മോചനം കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു ശാരോപദേശം കൊണ്ടും ഒരിക്കലും ഒരു മനുഷ്യന് മാറ്റം വരുത്താൻ കഴിയില്ല. എത്രയോ ബോധോദയങ്ങൾ എത്രയോ നമ്മുടെ സർക്കാരുകൾ നടത്തുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇതിനൊന്നും മാറ്റം വരുത്താൻ കഴിയില്ല.
കാരണം ഒരു കാലഘട്ടത്തിൽ മദ്യഷാപ്പ് നടത്തി മദ്യം കുടിച്ച് മദ്യ വ്യവസായം നടത്തിയിരുന്ന എന്നെ പോലെയുള്ള മദ്യപാനികളെ, അഥവാ മദ്യത്തിനടിമകളായിരുന്നവരെ ഇന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന സമാധാനമുള്ള, സന്തോഷമുള്ള, പ്രത്യാശയുള്ള ജീവിതത്തിൽ ഉടമയാക്കി തീർത്തത് മതം മാറിയതല്ല. ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ മനം മാറി, പേര് മാറിയതല്ല, പ്രവൃത്തി മാറി. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. കർത്താവായ യേശുവേ, അങ്ങെന്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു? എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി. മറിയൂർ ദേശമേ, നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അവൻ കാൽവരിയുടെ ക്രൂശിൽ അവസാനം തിരുവാപഴിഞ്ഞു. നിവൃത്തിയായി പാപത്തിന്റെ ഭയാനകമായ നരകശിക്ഷ മുഴുവൻ അവൻ അനുഭവിച്ചു തീർത്ത് അവൻ കാൽവരിയുടെ ക്രൂശിൽ 2 കള്ളന്മാർ നടുവിൽ പാപിക്ക് വേണ്ടി പകരം മരിച്ചു. അവിടെ കൊണ്ട് അവസാനിച്ചിട്ട് പ്രിയരെ, അവിടെ കൊണ്ട് അവസാനിച്ചുമായിരുന്നെങ്കിൽ അനവധി ധീര രക്തസാക്ഷികളെ പോലെ അവൻ ഒരു രക്തസാക്ഷിയാകിയുള്ളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു മരിച്ചുകൊണ്ട് അവസാനിച്ചില്ല, അവിടെ കൊണ്ട് ചരിത്രം ആരംഭിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ മരിച്ച ശരീരത്തെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ അഥവാ രഹസ്യശിഷ്യനായ ജോസഫും നിക്കോദിമോസും അവൻ നേരെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ആ ശരീരം അടക്കം ചെയ്യുവാൻ തരണം. പീലാത്തോസ് അഥവാ റോമൻ പടയാളി കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അതാ കൊടുത്തു, അഥവാ അടക്കം ചെയ്യാൻ കൊടുത്തു. അന്ന് യഹൂദന്മാർ ശവമടക്ക് മര്യാദ നമ്മുടെ ഇവിടുത്തെ ശവമടക്ക് പോലെയല്ല പ്രിയരെ. യേശു ക്രിസ്തുവിനെ ആ അടിച്ചു കയറിയ ശരീരത്തെ താഴെ ഇറക്കി വെച്ചു. എന്നിട്ട് നിക്കോദിമോസ് കൊണ്ടുവന്ന 100 അകിലും 100 റാത്തല് അത് ശരിക്ക് ചതച്ച് അരച്ചെടുത്തിട്ട് അത് ശരീരത്തിൽ തേച്ചു പിടിപ്പിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. 14 അടി നീളമുള്ള 4 അടി വീതിയുള്ള വെളുത്തൊരിനിയും തുല്ലുകൊണ്ട് ആ ശരീരത്തെ, മൃതശരീരത്തെ ശരിയായ രീതിയിൽ അങ്ങ് ചുറ്റി വരിഞ്ഞ് എംബാം ചെയ്തു. അവിടെ കൊണ്ട് തീർന്നില്ല. ഒറ്റപ്പാറയിൽ വെട്ടി ഉണ്ടാക്കിയ ഒരു വാതിൽ മാത്രമുള്ള ഒരു കല്ലറ, ജോസഫിന്റെ കല്ലറ, ആ പുതിയ കല്ലറയ്ക്കുള്ളിൽ വെച്ചു ഒരു കല്ലുരുട്ടി വെച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ 600 പൗണ്ട് തൂക്കം വരുന്ന ഒരു കഥകാണ് ഉരുട്ടി വെച്ചത്. എന്നിട്ട് റോമൻ സർക്കാരിന് മുദ്രയും വെച്ചു. തീർന്നില്ല, റോമൻ സൈന്യത്തെ കാവലിട്ടു. എന്നാൽ യേശു ക്രിസ്തു പ്രഖ്യാപിച്ചിരുന്നു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും, നിങ്ങൾ എന്നെ കൊല്ലൂ, ഞാൻ ഉയർക്കാം. ഇത് അവരെ ഭയപ്പെടുത്തി. അതുകൊണ്ടാണ് അവിടെ മുദ്ര വെച്ചതും സൈന്യത്തിൽ നിർത്തിയതും. എന്നാൽ ആ ഉടയവനായ ദൈവത്തെ അടക്കി വെക്കുവാൻ പ്രപഞ്ചത്തിന്റെ ഒരു ശക്തിക്ക് കഴിയില്ല പ്രിയരെ. പ്രപഞ്ചത്തിന്റെ താൻ സൃഷ്ടിച്ച ശിലയ്ക്ക് കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു താൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയുടെ ബ്രഹ്മമുഹൂർത്തം പൊട്ടിവിടരുമ്പോൾ ഇതാ യേശു ക്രിസ്തു താൻ പറഞ്ഞതുപോലെ താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു കല്ലറയ്ക്ക് പുറത്ത്. ലോകമഹാന്മാരെല്ലാം കല്ലറയിൽ ഉറങ്ങുമ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിലൂടെ തന്നെ ആണിയടിച്ച പാതകളിൽ സഞ്ചരിച്ചില്ല പ്രിയരെ. അവൻ തന്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് അനേകർക്ക് തന്റെ പ്രത്യക്ഷത വെളിപ്പെടുത്തിക്കൊണ്ട് നേരെ ഒലിവുമലയിലേക്ക് പോയി. ഇന്നുമുണ്ട് ഒലിവുമല. ആ ഒലിവുമലയിൽ, ആ ജെറുസലേമിലെ ഒലിവുമലയിൽ നിന്നും അവൻ മേഘങ്ങളെടുക്കപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു. ആ സ്വർഗ്ഗാരോഹണ ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ലോക ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് വരെ മടങ്ങി വരാമെന്ന് പറഞ്ഞിരിക്കുന്ന, മനുഷ്യന് പുതിയ ജീവിതം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന, മനുഷ്യന് പുതിയൊരു ജീവിതം ഈ ഭൂമിയിൽ ഇനിയുമുണ്ട്, അത് എന്നോടുകൂടെ ആയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രാജാതിരാജാവ് ഉണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. വിവരിക്കാൻ സമയമില്ല പ്രിയരെ. വിവരിക്കാൻ സമയം ഉണ്ടായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം, ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശരീരം, ആ ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള മടങ്ങി വരവ്, അവൻ ഈ ഭൂമിയിൽ 1000 വർഷം ഈ തിന്മ ഭരിക്കുന്ന, അധർമ്മം ഭരിക്കുന്ന, അസത്യം ഭരിക്കുന്ന ഭൂമിയിൽ സത്യം ഭരിക്കുന്ന, സ്നേഹം ഭരിക്കുന്ന, നീതി ഭരിക്കുന്ന നീതിയുടെ രാജാവായി 1000 വർഷം ഭരിക്കും. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ ഇന്നുവരെ രാജാവായി ജനിച്ച്, രാജാവായി ജീവിച്ച്, രാജാവായി മരിച്ച്, രാജാവായി ഉയർത്ത്, രാജാവായി മടങ്ങി വരുന്ന ഒരുവൻ, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ചോദ്യം. യേശു ക്രിസ്തു പറഞ്ഞു, കല്ലറയുള്ളവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവരുടെ ഉയർപ്പിൽ നാഴിക വരുന്നു. യേശു ക്രിസ്തു വരാൻ സമയം സമാഗതമാകുന്നു. ലോക സംഭവങ്ങളെല്ലാം അതിനായി ഒരുങ്ങുന്നു. അല്ലയോ ക്രിസ്തു അങ്ങെന്തിനാണ് വരുന്നത്? ഞാൻ ചോദിച്ചല്ലോ, യേശു ക്രിസ്തു 3 ദിവസം മരിച്ചടക്കപ്പെട്ടപ്പോൾ ദൈവം മരിച്ചിരിക്കുകയായിരുന്നു. ഇസ്ലാം സഹോദരന്മാരെ ചോദിക്കാറുണ്ട്,
എന്റെ സ്നേഹിതന്മാരെ, അതിന് ഉത്തരം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം അവൻ അഥവാ നമ്മെ ദൈവത്തോട് അടുപ്പിക്കണമെന്ന് നീതിമാനായി നീതികെട്ട മനുഷ്യർക്ക് വേണ്ടി ജഡത്തിൽ മരണശിക്ഷയേറ്റു, ആത്മാവിൽ ജീവിക്കപ്പെട്ടു. യേശുക്രിസ്തു ദൈവത്തല്ല മരിച്ചത്, പിന്നെയോ മാനവരാശിക്ക് വേണ്ടി മരിക്കുവാൻ താൻ സ്വീകരിച്ച മനുഷ്യ ശരീരത്തിലാണ് മരണം വരിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നവനായി സ്വർഗ്ഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗ്ഗത്തിൽ കയറിയിട്ടില്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു വന്നപ്പോഴും അവന്റെ ദൈവത്വം സ്വർഗ്ഗത്തിലുണ്ട്. അവൻ അഥവാ സ്വർഗ്ഗത്തിൽ ഇപ്പോൾ ഇരിക്കുമ്പോഴും യേശുക്രിസ്തു പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടുതൽ നടുവിൽ ഞാനുണ്ട്. പരിശുദ്ധാത്മാവിൽ അന്ന് അവരിവിടെ വന്നിട്ടുണ്ട്. പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾ പറയുന്നത് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു നിങ്ങളോട് ചോദിക്കുകയാണ്, മനുഷ്യ, നിനക്ക് പാപജീവിതം ഉപേക്ഷിക്കാൻ മനസ്സുണ്ടോ? നിനക്ക് ഈ മദ്യം ഉപേക്ഷിക്കാൻ മനസ്സുണ്ടോ? അല്ലെങ്കിൽ ചെറുപ്പക്കാരെ, ഈ മയക്കുമരുന്ന് ഉപേക്ഷിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? പാപത്തിന്റെ സ്വഭാവം ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾക്കൊരു പുതിയ ജീവിതം വേണോ? സമാധാനം, നിത്യമായ സമാധാനം, നിത്യമായ സന്തോഷം പോരാ. നിങ്ങൾക്ക് നിത്യജീവനെ നൽകി, ഒരു പുത്തൻ ശരീരം നൽകി, വീണ്ടും ഭൂമിയിൽ യേശുക്രിസ്തു ഭരിക്കുമ്പോൾ അവനോട് 1000 വർഷം ജീവിക്കുവാൻ, അവനോട് ഭരിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവനോട് കൂടെ യുഗയുഗാന്തരങ്ങളില്ലാത്ത നിത്യത മുഴുവൻ അവനെ ആരാധിച്ച് അവന്റെ ദിവ്യ സ്നേഹത്തിൽ ലയിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നീ മതം മാറേണ്ട, മനം മാറിയാൽ മതി. ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ, പ്രിയ സ്നേഹിത, ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുക, ക്രിസ്തുവിനായി സമർപ്പിക്കുക. വെറും പ്രാർത്ഥനയല്ല, മതങ്ങളുടെ പ്രാർത്ഥന പോലെയല്ല, ഒരു പ്രതിജ്ഞ ചെയ്യുക. അല്ലയോ കർത്താവായ യേശുവേ, നീയാണ് പ്രപഞ്ച സൃഷ്ടാവായ വെളിപ്പെട്ട ദൈവം. നീയാണ് എന്നെ രക്ഷിപ്പാൻ എനിക്ക് വേണ്ടി പാപജലത്തിന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നവൻ. നീയാണ് എന്റെ പാപത്തെ ഗതസമന എന്ന തോട്ടത്തിൽ വെച്ച് ഏറ്റെടുത്തവൻ. നീയാണ് എനിക്ക് വേണ്ടി അടിയേറ്റവൻ, നീയാണ് എനിക്ക് വേണ്ടി തുപ്പേറ്റവൻ, നീയാണ് എനിക്ക് വേണ്ടി ആക്ഷേപം സഹിച്ചവൻ, നീയാണ് എനിക്ക് വേണ്ടി ജീവനെ നൽകി. എന്റെ ജീവന് പകരം ജീവനെ കൊടുത്ത് ദൈവനീതിയെ പ്രസാദിപ്പിച്ച് മരണാധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അങ്ങ് മാത്രം ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിലൂടെ 40 നാൾ സഞ്ചരിച്ചവൻ. അങ്ങ് മാത്രമാണ് സ്വർഗത്തിലിരിക്കുന്ന ജീവനുള്ള ദൈവം. അങ്ങ് മാത്രം മടങ്ങി വരും. അതുകൊണ്ട് കർത്താവായ യേശുവേ, ഞാൻ ഇന്നു മുതൽ അങ്ങേ എന്റെ രക്ഷിതാവായി, എന്റെ കർത്താവായി, എന്റെ ദൈവമായി, ജീവനുള്ള ദൈവമായി, സത്യദൈവമായി ഇതാ ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ദേഹവും എന്റെ ദേഹിയും എന്റെ ആത്മാവും അങ്ങയുടെ ദഹനമായിരിക്കൊണ്ട് ഇതാ അങ്ങയുടെ പാതാരബന്ധങ്ങളിൽ ഞാൻ അങ്ങയുടെ പാതാരം തന്നെ സമർപ്പിക്കുന്നു. ജീവിച്ചാൽ ക്രിസ്തുവിനായി ഞാൻ ജീവിക്കും, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി പ്രവർത്തിക്കും, മരിച്ചാൽ ക്രിസ്തുവിനായി മരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ക്രിസ്തുവിന് വേണ്ടി മരിച്ചാൽ അത് ലാഭമാണ്. എന്താണ് കാരണം? നമുക്കറിയാം, ലോക ചരിത്രം പരിശോധിച്ചാൽ അമേരിക്കയുടെ പ്രസിഡന്റ് കെന്നഡി വെടിയേറ്റു മരിച്ചു. ലോകപത്രങ്ങൾ ഒന്നടങ്കം എഴുതി ലോകത്തിന്റെ തീരാനഷ്ടം. ഇന്ത്യയുടെ പ്രിയദർശിനി ഇന്ദിരാജി തന്റെ യുപിയിലെ അവസാന പ്രസംഗത്തിൽ പറഞ്ഞു, എന്റെ അവസാന ഒരു രക്തവും ഞാൻ എന്റെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഊറ്റു. പക്ഷേ അവരും സ്വന്തം സിഖ് വെടിയേറ്റ് മരിച്ചപ്പോൾ ലോകപത്രങ്ങളെല്ലാം എഴുതി ഇന്ത്യയുടെ തീരാനഷ്ടം. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. കേരളത്തിലെ സാംസ്കാരിക നേതാവായിരുന്ന സുഹാർ അഴീക്കോട്, അദ്ദേഹം മരിച്ചപ്പോൾ കേരളത്തിലെ സാംസ്കാരിക ലോകം ഒന്നടങ്കം പറഞ്ഞു, കേരളത്തിന് തീരാനഷ്ടം. എന്നാൽ ഇതിലേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് റോമൻ ചക്രവർത്തിയായ നീറോ ചക്രവർത്തി മുമ്പിൽ ഇതാ നിൽക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസിനോട് പറഞ്ഞു, റോമൻ ചക്രവർത്തി നീറോ പറഞ്ഞു, നീ ക്രിസ്തു യേശുവിനെ തള്ളിക്കളഞ്ഞാൽ, നിനക്ക് എന്നെ കർത്താവായി അംഗീകരിച്ചാൽ നിനക്ക് തുടർന്ന് ജീവിക്കാം. എന്നാൽ ഈ യേശു ക്രിസ്തുവിനെ നിന്റെ ദൈവം നീ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ നിമിഷം എന്റെ കയ്യിലിരിക്കുന്ന മിന്നുന്ന വാളുണ്ടല്ലോ, ഈ വാൾ നിന്റെ ചിരച്ഛേദനം ചെയ്യും. അപ്പോൾ ധീരനായിരിക്കുന്ന ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണത്തെ ലാഭമാക്കി മാറ്റുന്ന മഹത്തായ മാർഗം, മരണത്തെ ജയിച്ച മാർഗം, മരണത്തിനപ്പുറം നിത്യജീവൻ കൊടുക്കുന്ന ഈ നിത്യയുടെ മാർഗത്തെ സ്വീകരിച്ച പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, മരണത്തെ ലാഭമാക്കി മാറ്റുന്ന ഏക മാർഗം. അതുകൊണ്ടാണ് ഞങ്ങളുടെ തലയെടുക്കും എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ചത്ത് 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 വളർന്ന മാർഗമാണ് ക്രൈസ്തവ മാർഗം. കൊന്നു വളർന്ന മതങ്ങളെ, ഇസങ്ങളെ, തത്വചിന്തകളെ, കർമ്മകാണ്ഡങ്ങളെ, ഭരണ നേതാക്കന്മാരെ നിങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ പിടിച്ചു വെട്ടുവാൻ കഴിയുകയില്ല.
ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്, ഇത് പുനരുദ്ധാനത്തിന്റെ മാർഗമാണ്, ഇത് സത്യത്തിന്റെ മാർഗമാണ്. അതുകൊണ്ട് ഈ സത്യമാർഗത്തെ പ്രസംഗിച്ചു എന്ന കാരണത്താൽ പിടിച്ചില്ലേ അവർ ഒന്നാമത്തെ അപ്പോസ്തലൻ പത്രോസിനെ. അവർ റോമൻ ചക്രവർത്തി ആജ്ഞപ്രകാരം പിടിച്ച് അവനെ തലകീഴായി ക്രൂശിച്ചു കൊന്നില്ലേ പ്രിയരെ? അവിടെ കൊണ്ട് തീർന്നോ ഈ ജീവന്റെ മാർഗം? ഇല്ലേ. അവർ പിടിച്ചില്ലേ യോഹന്നാനെ? അവന്റെ കൈകാലിൽ ബന്ധിച്ച് തിളച്ചു എണ്ണയിലേക്ക് എറിഞ്ഞില്ലേ? അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ലേ, ഇല്ല. അവർ പിടിച്ചു. അഥവാ ശിഷ്യനായിരിക്കുന്ന ബർത്തലോമായിയെ പിടിച്ചു ജീവനോട് തൊലി വലിച്ചു കൊന്നില്ലേ പ്രിയരെ? അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ലേ, ഇല്ല. അവർ പിടിച്ചു. അന്ത്രയോസിനെ പിടിച്ച് അടിശവശനാക്കി കുതിരയ്ക്ക് കെട്ടി റോഡിലൂടെ വലിച്ച് അവസാനം ക്രൂശിൽ കിടന്നപ്പോൾ അവൻ ഈ ജീവന്റെ മാർഗത്തെ പ്രസംഗിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. അവർ പിടിച്ചില്ലേ ബർത്തലോ അഥവാ തഥായിയെ പിടിച്ച് ജീവനോടെ മരത്തോട് ചേർത്ത് വെച്ച് അമ്പെയ്ത് കൊന്നില്ലേ പ്രിയരെ? അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ലേ, ഇല്ല. അവർ പിടിച്ചില്ലേ തോമാസിയെ മൈലാപ്പൂർ വെച്ച് ശൂലത്തിന് കുത്തിക്കൊന്നില്ലേ? ആയിരങ്ങൾ ആത്തിരമ്പി കാലുകളുടെ നണം കൊണ്ട് വഴികൂടെ നടന്നു കയറി ആ രക്തപുഷ്പങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഒരു പുത്തൻ പ്രഭാതത്തെ മുത്തമിടുവാൻ ഈ മണ്ണിലുറങ്ങുമ്പോൾ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാതെ മുന്നേറി താടന പീഡന വിഭാഗ ശക്തികളെ അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ മരിച്ച രക്തസാക്ഷികൾ 33 വയസ്സിന്റെ യുവത്വമുള്ള ശരീരത്തിൽ ഒരിക്കലും മരിക്കുവാൻ കഴിയാത്ത, ഒരിക്കലും ദ്രവിക്കുവാൻ കഴിയാത്ത, ഒരുത്തരും കൊല്ലുവാൻ കഴിയാത്ത ആ പുനരുത്ഥാന പുത്തൻ ജീവിത ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി എന്ന് പറയടാ, തല നിവർത്തി നില്ലട. മരണത്തെ ഭയക്കാത്തൊരു മാർഗമുണ്ടെങ്കിൽ, മരണത്തെ ലാഭമാക്കി മാറ്റുന്ന മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് സത്യത്തിന്റെ മാർഗമായി ക്രിസ്തുവിന്റെ മാർഗം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല. കാരണം ഞങ്ങൾ മരിച്ചാൽ ലാഭമാണ്. ക്രിസ്തുവിനെ പ്രസംഗിച്ച് മരിച്ചാൽ ഞങ്ങൾക്ക് പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു മതത്തിന്റെയും സന്ദേശം പറയുവാൻ വന്നതല്ല ഞാൻ. നിങ്ങളെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത ക്രിസ്തു ചോദിക്കുകയാണ്, നിനക്ക് ഈ മരണത്തെ ജയിക്കുന്ന ഈ മാർഗത്തിലേക്ക് അണിചേരുവാൻ മനസ്സുണ്ടോ? മതം മാറുവാനല്ല. മതം മാറിയിട്ട് കാര്യമില്ല പ്രിയരെ. മാധവൻ മത്തായിയെ മത്തടിച്ച് നടന്നാൽ മദ്യപാനി സ്വർഗരാജാവകാശമാക്കില്ല. അത് ഇവിടുത്തെ പാതിരിമാരോ മത നേതാക്കന്മാരോ പറയുകയില്ല. എന്നാൽ ഞങ്ങൾ പറയും. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ഈ പുതിയ ജീവിതത്തിന് ഉടമയാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ ഇപ്രകാരം പറയുക, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു. എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തു. അങ്ങ് സ്വർഗത്ത് മടങ്ങി വരും. ഞാൻ എന്റെ ഹൃദയം അങ്ങേക്കായി സമർപ്പിക്കുന്നു. എന്റെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ എനിക്ക് ലാഭമാണ് എന്റെ ക്രിസ്തുവിൽ. ഈ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഈ ശബ്ദവലിയിൽ ഈ തീരുമാനമെടുത്താൽ, ഈ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ, പ്രിയ സ്നേഹിത, വ്യക്തി ജീവിതത്തിൽ സമാധാന പ്രഭുവായ ക്രിസ്തു, നിന്റെ കുടുംബ ജീവിതത്തിൽ സമാധാന പ്രഭുവായ ക്രിസ്തു, ഈ സംസ്ഥാനത്തിന് സമാധാനം ലഭിക്കും, നമ്മുടെ രാജ്യത്തിന് സമാധാനം ലഭിക്കും. പോരാ, ലോകത്തിന് സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് ഈ സമാധാനത്തിന്റെ മാർഗം, സ്നേഹത്തിന്റെ മാർഗം, സന്തോഷത്തിന്റെ മാർഗം, സമാധാനത്തിന്റെ മാർഗം, സത്യത്തിന്റെ മാർഗം, നിത്യജീവന്റെ മാർഗം, ഈ മാർഗം സ്വീകരിക്കുവാൻ എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രസംഗത്തെ ഇവിടെ നിർത്തുന്ന സമയക്കുറവ് കൊണ്ടാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എഴുതി തന്നാൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഞാൻ മറുപടി പറയും. കാരണം ഒരേ ഒരു സൂര്യൻ കീഴിൽ ഒരേ ഒരു മനുഷ്യന്റെ മക്കളായി നാം എല്ലാവരും. സ്നേഹിതന്മാരെ, മറന്നു പോകരുത്. ഒരേ ഒരു ദൈവം, നമ്മെ സ്നേഹിച്ച് ജീവൻ കൊടുത്ത ദൈവം, നമുക്ക് ജീവൻ നൽകിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനല്ലാതെ വെളിപ്പെട്ട ദൈവമില്ല, അവനല്ലാതെ രക്ഷിതാവില്ല പ്രിയരെ. അവനൊരു മതസ്ഥാപകനല്ല, അവനൊരു രാഷ്ട്രസ്ഥാപകനല്ല, അവനൊരു തത്വചിന്തകനല്ല, അവനൊരു കലാകാരനല്ല. അവൻ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ നാമം നിങ്ങളെല്ലാവരെയും ഈ കേട്ട വചനത്താൽ ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇല്ല, ഈ സത്യം അംഗീകരിച്ചില്ല എങ്കിൽ വരാൻ പോകുന്ന വലിയൊരു ന്യായവിധിയുണ്ട്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിനൊരുതിരിക്കുന്നത് കണ്ടു. അവൻ ആകാശഭൂമിയിൽ ഓടിപ്പോയി മനുഷ്യരാവാതെ വൃത്തം. ആ സിംഹാസന പാവികൾ നിൽക്കും, പുസ്തകങ്ങൾ തുറക്കും. ഇവിടെ CCTV വെച്ച് നമ്മുടെ കുറ്റാന്വേഷകര് കുറ്റങ്ങളെ കണ്ടെത്തുന്നുവെങ്കിൽ ദൈവത്തിന്റെ CCTV പുസ്തകങ്ങൾ തുറക്കും. പകലും രാത്രിയും ചെയ്തു കൂട്ടിയ പാപം മുഴുവൻ അന്ന് വിസ്തരിക്കപ്പെടും. കെടാത്ത തീ ചകാത്തുഭൂമിയിലേക്ക് തള്ളപ്പെടും.
അതുകൊണ്ട് ആരും നരകത്തിലേക്ക് പോകരുതേ. ഈ ദൈവ സ്നേഹത്തെ സ്വീകരിച്ച് നിത്യജീവനെ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ ഇനി ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക. ദൈവ വിദേശത്തെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്വീകരന്മാരെ, ഇവിടെയുള്ള എല്ലാ വ്യവസായികൾക്കും, ഇവിടെയുള്ള എല്ലാ ഡ്രൈവർമാർക്കും, എന്നെ ശ്രദ്ധിച്ച സാധാരണക്കാർക്കും, എല്ലാവർക്കും എല്ലാ ദൈവസ്നേഹത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.